ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇഹ്യാ ഉലൂമുദ്ദീനിലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കാറുള്ള ഒരു സദസ്സാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞതിൻ്റെ തുടർച്ചയാണ്. റിയാദത്തുൻ നഫ്സാണ് നമ്മുടെ ചർച്ചാ വിഷയം. വളരെ പ്രായോഗികമായ നല്ലൊരു ചർച്ചാ രീതിയാണ് ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചർച്ചാ രീതി, സമീപന രീതി അങ്ങനെയാണല്ലോ. ബയാനു തഫ്സീലി ത്വരീഖി ഇലാ തഹ്ദീബിൽ അഖ്ലാഖ്. ഇതില് വാചികാർത്ഥം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലുള്ള ഒരു ഔപചാരിക അർത്ഥത്തിന് പകരം പ്രായോഗിക അർത്ഥമാണ് നമ്മൾ പറയുന്നത്. ഔപചാരികമായി സാധാരണ അറബി പറഞ്ഞ് അതിനൊരു മലയാളം പറഞ്ഞ് അത് നമ്മുടെ പ്രയോഗത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഡിസ്റ്റൻസ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രയോഗിക്കുന്ന അർത്ഥം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബയാനു തഫ്സീലി ത്വരീഖി ഇലാ തഹ്ദീബിൽ അഖ്ലാഖ്, നമ്മുടെ സ്വഭാവ സംസ്കരണത്തിന് ആവശ്യമായ വഴികൾ അത് വിശദീകരിക്കുകയാണ്. അതിൻ്റെ റൂട്ട് എന്താണ്, അതിൻ്റെ വേ. ഖദ് അറഫ്ത മിൻ ഖബൽ, നമ്മൾ നേരത്തെ നടന്ന ചർച്ചയിൽ നിന്നൊക്കെ മനസ്സിലായതാണ്. അന്നൽ ഇഅ്തിദാല ഫിൽ അഖ്ലാഖി ഹുവ സിഹത്തുൻ നഫ്സി. ഒരു മീഡിയം ലെവലിലുള്ള പോക്ക്, ഉമൂറും വസത്ത്, അത് ഒരു മാനസിക ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. മാനസിക ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. ഹുവ സിഹത്തുൻ നഫ്സ് വൽ മൈലു അനിൽ ഇഅ്തിദാലി സഖമുൻ വ മറളും ഫീഹ. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറുന്നത് സിയാദത്തോ അല്ലെങ്കിൽ നുഖ്സാനോ, രണ്ടും അത് മറലാണ്. അത് മാനസിക രോഗം എന്നാണ് പറയാ, ആണ് അതിന്റെ സാങ്കേതികമായ ഉപയോഗം. കമാ അന്നൽ ഇഅ്തിദാല ഫി മിസാജിൽ ബദനി ഹുവ സിഹത്തുൽ ലഹു. നമ്മളെ ശാരീരിക അവസ്ഥയിൽ വരുന്ന അതിൻ്റെ അടിസ്ഥാനപരമായ മെറ്റീരിയൽ ലെവൽ, ബ്ലഡ്, രക്തം, കഫം, പിത്തം തുടങ്ങിയ മിസാജ്, ഈ മിസാജിൽ വരുന്ന ചേഞ്ചിന് രോഗം എന്നാ പറയാ. അത് മുഅ്തദിലാണെങ്കിൽ, അത് മീഡിയം ലെവലിലാണെങ്കിൽ അതൊരു ആരോഗ്യമാണ്. അതുപോലെ തന്നെ ഇതിലും ഇതുവരെ പറയപ്പെട്ട ഈ ഹുലുക്കുകളിൽ ഹുലുക്ക് നേരെയാണെങ്കിൽ ആരോഗ്യമാണ്. ഹുലുക്ക് സിയാദത്തോ നുഖ്സാനോ ആണെങ്കിൽ അത് രോഗമാണ്. പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൽമിന്റെ അഹ്ലുകാരായതുകൊണ്ട് നമുക്ക് ഒരു ഹുസൂസിയത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഹാല് വലബിന്റെ ഹാലാണ്, അപ്പോൾ ആരോടും എന്തും പറയാം. ചില ഹാല് ആ പറയുന്ന അവസ്ഥ ശരിക്കും ഉണ്ടാകരുത്. മുഅ്തദിലായിരിക്കണം. മുഅ്തദില് സിഹത്തുൻ നഫ്സാണ്. മുഅ്തദിൽ അല്ലെങ്കിൽ അത് മറലാണ്. അത് ആരായാലും സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മാനസിക രോഗം, ഒരിക്കലും ഞാനിങ്ങനെ വടക്കോട്ടൊരു ഭാഗത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു എന്നോട്, സാധാരണക്കാരന് മാനസിക രോഗമായാൽ അയാൾക്ക് ഭ്രാന്താണ്, സമ്പന്നന് മാനസിക രോഗമായാൽ അയാൾക്ക് എന്താണ്, പിന്നെ ഒരു പ്രയോഗം പറഞ്ഞു, അയാൾക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ അങ്ങനെയാ പറയാം. മറ്റാൾക്കായാൽ ഭ്രാന്ത്. എല്ലാവർക്കും സംഗതി പറയുകയാണെങ്കിൽ രോഗം തന്നെയാണ്. വൽ മൈലു അനിൽ ഇഅ്തിദാലി മറളും ഫീഹി ഫൽ നത്തഖിദിൽ ബദന മിസാലൻ. ഇവിടെ സലിമാമ് പറയാണ്, നമ്മളൊരു ഈ ഇഅ്തിദാലിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ, സ്ട്രൈറ്റ് റൂട്ടിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ അത് രോഗമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ശരീരത്തിന് രോഗാവും പോലെ തന്നെ മനസ്സിനും രോഗാകരുത്. അപ്പോൾ മനസ്സിന് രോഗാകുക എന്നുള്ളത് നമ്മൾക്ക് സ്ഥാനം കൂടുമ്പോൾ അനുവദനീയാകുന്നൊന്നുമില്ല. അത് രോഗം തന്നെയാണ്, അത് ആരോഗ്യമൊന്നുമല്ല. അപ്പോൾ നല്ലതിൻ്റെ ആൾക്കാരായി നമ്മൾ മാറുമ്പോഴും എന്ത് സംരക്ഷിക്കണം, നമ്മുടെ ഈ നുഖ്സാനുകൾ കുറച്ച് തന്നെ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഇൽമിന്റെ അഹ്ലുകാരാവുക അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആവുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ന്യൂനതകൾ കുറച്ച് കൊണ്ടുവരണം. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ കാണാം, ചില ഡോക്ടർമാർക്ക് തീരെ മാനേഴ്സ് ഉണ്ടാവില്ല.
എങ്ങനെയാണ് ഒരു പേഷ്യന്റിനോട് കൂടെയുള്ള ആളോട് പെരുമാറേണ്ടത് എന്നറിയില്ല. അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് പരമാധികാരമുള്ള സ്ഥലമായതുകൊണ്ട് എന്തും പറയാം, അങ്ങനെ കാണാം. അത് ശരിക്കും ഭയങ്കര ബാഡാണ്. അവരാണ് ഏറ്റവും കൂടുതൽ മാനേഴ്സ് കാണിക്കേണ്ടത്. ഒരിക്കലും നമ്മളെ കുറ്റ്യാടിയിലെ ഒരു സർട്ടിഫിക്കേഷൻ സെറമണിയിൽ ഒരു ഡോക്ടർ പറഞ്ഞിരുന്നു, ഏറ്റവും IMAയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന പ്രൊഫഷണൽസ് അവർ ഡോക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞു. അത് ഒരു അഭിപ്രായം, അത് റിപ്പോർട്ട് വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. തിരുത്തേണ്ടതാണ്. അവിടെയൊക്കെ തിരുത്തലുകൾ നടക്കണം. ഓഡിറ്റ്സ്, സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കണം അവിടെയൊക്കെ. അതുപോലെ തന്നെ ഒന്നാണ് പുതിയ അധ്യാപക സമൂഹം. ഈ അടുത്ത് അധ്യാപക സമൂഹത്തിൽ എന്ത് ചെയ്തു, ഒരു കുട്ടി, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി അധ്യാപകനെ തല്ലി. എന്നിട്ട് അവര് അധ്യാപക സംഘടന പൊതുസമൂഹത്തിൽ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് എന്ത് പറയാണ്, ഞങ്ങളെ തല്ലിക്കളഞ്ഞു, ഇതിന് പരിഹാരം വേണമെന്ന്. സത്യത്തിൽ അവരാണ് സമൂഹത്തിന് ഇത് പഠിപ്പിക്കേണ്ടത്. അവരുടെ ആ ഇന്റർവെൻഷൻസ്, അവരുടെ ആ ഇടപെടലുകൾ അത് കൃത്യമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു മാറ്ററേ വരില്ല. അപ്പൊ അവിടെ രോഗം ആർക്കാ? ഇവർക്ക് ആണ് ശരിക്കും രോഗം. അത് തിരുത്തേണ്ടതാണ്. അവിടെ നേരെയാണെങ്കിൽ വിദ്യാർത്ഥികളിൽ നേരെയാക്കാൻ കഴിയും. നമ്മൾ ഹാപ്പി സോണിന്റെ ടീമൊക്കെ അതാ കാര്യമായിട്ട് പറയുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. ഇത്തരം ടീമിനോട് നമുക്ക് ധൈര്യസമേതം പറയാം, നിങ്ങൾ ഒരു സ്ഥാപനത്തിലെ ഒരു ഹയർ സെക്കൻഡറിയോ ഇനി അതിന് മേലെയോ താഴെയോ ഉള്ള വിദ്യാലയത്തിലെ ഒരു ടീം അവർ പറയട്ടെ, അവർ പറഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇതേ ടീം ഇങ്ങനെയും ആകെ കുഴപ്പമായി കിടക്കുന്ന അത്തരം ഒരു സിറ്റുവേഷൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ പറയാണ് ഇങ്ങനെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് കഴിയുന്നില്ല. അവർ വിധേയരാകട്ടെ, ഒരു 6 മാസമെങ്കിലും ഒരു വിധേയരാകട്ടെ, കാണിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഗസാലി ഇമാം പറയുന്നത്. അതൊന്നും മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ള വാദം ശരിയല്ല. മാറ്റം വരുത്താൻ കഴിയും. അതാണ് തഹദീബുൻ നഫ്സിൽ ഗസാലി ഇമാമിന്റെ പ്രധാന പരാമർശ വിഷയവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും അതാണ്. മിസാലുൻ നഫ്സി ഫി ഇലാജിഹാ ബിമഹ്ദിർ റദാഇലി വൽ അഖ്ലാഖിർ റദിയത്തി അൻഹാ വജൽബിൽ ഫളാഇലി വൽ അഖ്ലാഖിൽ ജമീലത്തി ഇലൈഹാ. ഒരു ശരീരത്തിന് നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? മോശമായ സ്വഭാവങ്ങളൊക്കെ എന്ത് ചെയ്യണം? മഹവീത് ഡിലീറ്റ് ചെയ്ത് പോരണം. ഓരോന്നോരോന്നായി ഡിലീറ്റ് ചെയ്യണം. അതുപോലെ നല്ലത് എന്ത് ചെയ്യണം? ഓരോന്നോരോന്നായി ആഡ് ഓൺ ചേർത്ത് കൊണ്ട്. അത് മരണം വരെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സിങ് ആണ്. അങ്ങനെ ഒരു ഇജ്റാഅത്ത്, നടപടിക്രമം അതെന്ത് ചെയ്യണം? മരണം വരെ തുടരണം. തിരുത്തലും ആഡ് ഓൺ ചെയ്യലും ഇങ്ങനെ തുടരണം. അതിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ്, അങ്ങനെ ഒരു മാറ്റർ ഇല്ല, അങ്ങനെ ഒരു ഞാനില്ല. ഉപേക്ഷിക്കേണ്ട ഞാനുകളിൽപ്പെട്ട ഒരു ഞാനാണത്. എനിക്കിങ്ങനെയാണ്, എനിക്കങ്ങനെയാണ്, അങ്ങനെ ഇല്ല. ഒരു മംദൂഹായ പ്രോത്സാഹനജനകമായ ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ നമുക്ക് എപ്പോഴും പരിശീലിച്ച് ആഡ് ഓൺ ചെയ്ത് വരേണ്ടതാണ്. ചിലർക്ക് ത്വബഅൻ നേരത്തെ ചിലരങ്ങനെ ഉണ്ടാകാം. അതെങ്ങനെയാ വരുന്നത്? അവരുടെ ഉമ്മഹാത്ത്, അവരുടെ പാരൻസ്, ആ പാരൻസിന്റെ സമീപനാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു അക്കാദമിക് എഡ്യൂക്കേഷൻ, അപ്പൊ അത് മോറൽ എഡ്യൂക്കേഷനും കാര്യമായിട്ട് ഇല്ലെങ്കിൽ പോലും എന്ത് നടക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ത്വബഅൻ ഒരു പാരൻസ് നല്ല ശാന്തത വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ കുട്ടികളുടെ ഡൈവേഷൻ എപ്പോഴും നന്മയിലേക്കായിരിക്കും എന്നൊക്കെ കാണാം. നല്ലൊരു അവസ്ഥ കാണും. ഇപ്പൊ ചില ഫാമിലിയിലൊക്കെ കാണും. ഇപ്പൊ ചില വിദ്യാർത്ഥികളൊക്കെ വന്ന് നോക്കിയാൽ അവർക്ക് നല്ലതാ ഇഷ്ടം, അവർക്ക് നല്ല പ്രകൃതമാണ് ഇഷ്ടം, അവർക്ക് നല്ല നല്ല ശൈലികളാണ് ഇഷ്ടം. ചില വിദ്യാർത്ഥികൾ ആരും ഉപദേശിക്കണ്ട, അവരെന്ത് ചെയ്യുന്നുണ്ടാകും? സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, മൂല്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, അതിങ്ങനെ ചോദിച്ചും അന്വേഷിച്ചും പഠിക്കുന്നുണ്ടാകും. ഇങ്ങനെ സിയാദത്തൻ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. അതെവിടുന്ന് അവരെ ഡയറക്റ്റ് ഒരു പാരന്റ് എന്ത് പഠിപ്പിക്കണ്ട, അവിടെ ഇങ്ങനെയാണ്, സുന്നത്തുന്നതാണ്, അത് ചെയ്യണം പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. അവരുടെ ഫാമിലിയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ പലപ്പോഴും കാണുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഫാമിലിയിൽ അവരോടുള്ള സമീപനം ശാന്തസുന്ദരമായൊരു സമീപനമായിരിക്കും. അപ്പോൾ അവരുടേതായ ലോകത്തെത്തുമ്പോൾ അവർ വളരുന്നു, ഉയരുന്നു. അവരങ്ങനെ അന്വേഷണാത്മകമായി മേലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു.
അതാണ് ഇവിടെയും ഗസാലി ഇമാം പറയുന്നത്. ചെയ്യേണ്ടത് ഇങ്ങനെ: മിസാലുൽ ബദനി ഫി ഇലാജിഹി ബിമഹ്വിൽ ഇലലി അൻഹു വകസ്ബി സിഹത്തി ലഹു വജൽബിഹാ ഇലൈഹി. ശരീരത്തിന്റെ ആരോഗ്യം എങ്ങനെയാ ചെയ്യേണ്ടത്? അത് രോഗങ്ങൾ ഓരോന്നായിട്ട് ഒഴിവാക്കി കൊണ്ടുവരണം. അത് മാത്രം പോരാ, എന്തും വരണം. വകസ്ബി സിഹത്തി വൽ ജൽബിഹാ ഇലൈഹി. സിഹത്തും കൊണ്ടുവരണം. വെറും ഒരു ശരിക്കൊരു രോഗം ചികിത്സിക്കേണ്ടത് രോഗം മാറ്റുക മാത്രമല്ല, രോഗം മാറ്റണം, അതോടൊപ്പം ആരോഗ്യം വലിച്ചു കൊണ്ടുവരണം. ആരോഗ്യം നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തിലേക്ക് ഇൻടേക്ക് എടുക്കണം. വകമാ അന്നൽ ഗാലിബ അലാ അസ്ലിൽ മിസാജി അൽ ഇഅ്തിദാൽ. പൊതുവിൽ ഇഅ്തിദാലാണ്, എപ്പോഴും ആരോഗ്യമാണ്. പൊതുവിൽ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അൽ ഫിത്രയാണ്. അൽ ഫിത്ര എന്ന് പറഞ്ഞാൽ അൽ ഫിത്രത്തു ത്വയ്യിബ, അതാണ് അൽ ഫിത്ര. വഇന്നമാ തഅത്തരിൽ മഅദത്തുൽ മളറത ബിഅവാരിദിൽ അഗ്ദിയതി വൽ അഹ്വിയതി വൽ അഹ്വാലി. ശരിക്ക് ശരീരത്തിന് രോഗം വരുന്നത് എപ്പോഴാ? ആമാശയം ഒരു അപകടം ഉണ്ടാക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട്, അതുപോലെ ചില മോശമായ പ്രകൃതം അവരോട് ഉറക്കൊഴിയുക, അതല്ലെങ്കിൽ അമിതമായി ഉറങ്ങുക, അങ്ങനെ അത്തരം ചില പ്രകൃതങ്ങൾ, അതല്ലെങ്കിൽ ചില അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാള് ഒരു അപകടകരമായ മോശമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിച്ചാൽ പ്രയാസം ഉണ്ടാകും. അതുപോലെ ഒരാൾ കൂടുതൽ നിന്ന് ജോലി ചെയ്യാൻ പാടില്ലാത്ത അത്രയും സമയം നിന്ന് ജോലി ചെയ്യാൻ, അയാൾക്ക് കാലിന്റെ ഞരമ്പുകൾക്ക് അസുഖം വരാം, കാലിന് വരിക്കോസ് വെയിൻ പോലെയുള്ള പ്രയാസങ്ങൾ വരാം, ചില ഹാലുകൾ, അതൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. ഫകദാലിക കുല്ലു മൗലൂദിൻ യൂലദു മുഅ്തദിലൻ സ്വഹീഹൽ ഫിത്രത്തി. ഓരോ മനുഷ്യകുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. വഇന്നമാ അബവാഹു യുഹവ്വിദാനിഹി വയുനസ്റാനിഹി ഔ യുമജ്ജിസാനിഹി. അവരുടെ മാതാപിതാക്കൾ ആണ്, വേണമെങ്കിൽ ഒരു സാന്ദർഭിക അർത്ഥമുണ്ട്, അവരുടെ പരിസരം, അഡോളസൻസ് അറൗണ്ട്, അവരുടെ ചുറ്റിലും കിടക്കുന്ന അവരുടെ മുതിർന്നവർ, അവരാണ് അവരിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഐബിൽ എഴുത്തിയാദി വത്തഅലീമി. അവരുടെ പതിവാണ്, അവരുടെ പഠനമാണ് എല്ലാം. അവരുടെ പഠനമൊക്കെ ആണ്, പഠനം കൊണ്ടാണ് അവർ പലപ്പോഴും പഠിക്കുകയാണ്. മോശവും പഠിച്ച് ചെയ്യാണ്, നന്മയും പഠിച്ചാ ചെയ്യുന്നത് ശരിക്കും. പിന്നെ തക്തസിബുർ റദാഇൽ, അതിലൂടെയാണ് അവരെല്ലാം മോശവും എല്ലാം അവർ സമ്പാദിക്കുന്നത്. അങ്ങ് വക്കമാ അന്നൽ ബദന ഫിൽ ഇബ്തിദാ ലാ യുഖ്ലഖു കാമിലൻ. ഏതൊരു ശരീരവും തുടക്കത്തിൽ തന്നെ കാമിലായിട്ടല്ല പടക്കുന്നത്. ഒരു ശരീരം ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ എല്ലാം കാമിലല്ല. മുടി കാമിലല്ല, ആണോ? അല്ല. എല്ല് കാമിലല്ല, പല്ല് തീരെയില്ല, പല്ലിന്റെ അസുലേ ഉള്ളൂ, പല്ല് തീരെയില്ല. അപ്പോൾ അങ്ങനെ പലതും കാമിലല്ല. പിന്നെന്ത് ചെയ്യാണ്? അതിങ്ങനെ വളർന്ന് വരികയാണ്. ഇന്നമായുക്കുമലു വയുഖവ്വ ബിന്നുശൂഇ വതർബിയതി ബിൽ ഗദാഇ. ഭക്ഷണത്തിലൂടെ, നിരന്തര പരിചരണങ്ങളിലൂടെ, പരിശീലനങ്ങളിലൂടെ അതിങ്ങനെ ഉഷാറായി വരാം. ഫകദാലിക നഫ്സു തുഖ്ലഖു നാഖിസതൻ ഖാബിലതൻ ലിൽ കമാൽ. ഇങ്ങനെ തന്നെയാണ് മനസ്സും. അത് നേരത്തെ എല്ലാം കാമിലായിട്ടല്ല പടക്കുന്നത്, അത് ഇങ്ങനെ വീണ്ടും വളരാൻ പറ്റുന്ന രീതിയിലും നന്മ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് പടക്കുന്നത്. വഇന്നമാ തുക്മലു ബിത്തർബിയതി വതഹദീബിൽ അഖ്ലാഖി വതഗ്ദിയതി ബിൽ ഇൽം. പഠിച്ചിട്ടും അതുപോലെ സ്വഭാവ സംസ്കരണത്തിലൂടെയും പരിചരണങ്ങളിലൂടെയും മെന്ററിങ്ങിലൂടെയും അതിങ്ങനെ വളരുകയാണ് ചെയ്യേണ്ടത്. മാനസികാവസ്ഥ വളർന്നു വരികയാണ് ചെയ്യേണ്ടത്. വകമാ അന്നൽ ബദന ഇൻ കാന സ്വഹീഹൻ ഫശഅനു ത്വബീബി തംഹീദുൽ ഖാനൂനിൽ ഹാഫിളി ലിസ്സഹത്തി. ഇവിടെ ശരീരത്തിന് ഡോക്ടർ എന്ത് ചെയ്യണം? ചില റൂൾസ് ഒക്കെ വെക്കണം. മദ്യപിച്ചാൽ മോശമാണ്, അതുപോലെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ചാൽ അത് അപകടത്തിലേക്ക് പോകും. അങ്ങനെ കുറെ ഡോക്ടേഴ്സ് അതിന്റെ കാനൂന് പറയും. വൈൻകാനം മരീളൻ ഫസനുഹു ജൽബു സിഹത്തി ഇലൈഹി. രോഗിയാണെങ്കിൽ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫക്കദാലിക്കൻ നഫ്സുമിങ്കി. ഇതുപോലെ തന്നെയാണ് മനസ്സിനും എന്ത് ചെയ്യണം? എവിടെയാണോ പോരായ്മ നോക്കി അത് പുരോഗമിപ്പിച്ച് വരണം. ഇതില് നമ്മൾ ഈ മേഖലയിൽ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് കാര്യം അവിടെ ഗസാലിമാമിന്റെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ആത്മീയതയുടെ പേരിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു ഭാഗം, ഇബാദത്തുകള്, സ്വഭാവം, അത്തരം സംഗതികൾ, അത് മെന്ററിങ്ങിലൂടെ അഥവാ ഒരു ഉപദേശം തേടിയിട്ട്
നേരെയാക്കിയെടുക്കണം. മറ്റൊന്ന്, ഭൗതികമായും മനുഷ്യന്റെ ചില ഒരു കോഗ്നിറ്റീവ് ലെവലിലുള്ള വളർച്ചയുണ്ട്. വൈജ്ഞാനികമായ വളർച്ച ഭൗതികത്തിലുമുണ്ട്. എന്താ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫാമിലിയെ ലീഡ് ചെയ്യുമ്പോൾ, ഇത്തരം സംഗതികളൊക്കെ ചെയ്യുന്ന സമയത്ത് മെന്ററിങ് ചെയ്യണം, മെന്ററിങ് തേടണം. അല്ലെങ്കിൽ അധ്വാനം കുറേ അധ്വാനിക്കണം, എന്നാലോ ഉദ്ദേശിച്ച നേട്ടമാണല്ലോ. കറക്റ്റ് ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ഒരു ബിസിനസ്മാൻ എങ്ങനെ ബിസിനസ് ചെയ്യേണ്ടത്? സാധാരണ പലപ്പോഴും ബിസിനസ്മാനെ കാണുക കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. വലിയ സമ്പന്നനാണ്, പക്ഷെ അയാൾ കഷ്ടപ്പെടുകയാണ്. ഇപ്പോഴും സമ്പന്നനാണ്, കോടീശ്വരനാണ്, പക്ഷെ അയാൾ കഷ്ടപ്പെടുകയാണ്. സത്യത്തിൽ അങ്ങനെ അല്ല. ഒരു ഗെയിം പോലെ ചെയ്യാൻ പറ്റണം, ആസ്വദിച്ചൊരു ഗെയിം പോലെ ചെയ്യാൻ പറ്റണം. അങ്ങനെ കുറച്ചു പേരെ ചെയ്യുന്നത് കാണും. ആർക്കും അങ്ങനെ ആകാം. നല്ലൊരു മെന്ററിങ് എടുത്താൽ അങ്ങനെ ആകാം. അതിൽ പരിശീലിക്കണം എന്നത് ഗസാലിമാമിന്റെ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. അപ്പോ ഇൻകാനത്ത് സക്കിയത്തൻ ത്വാഹിറത്തൻ മുഹദ്ദബത്തൻ ഫയംബഗി അൻ തസ്ആ ലിഹിഫ്ളിഹ. ഇപ്പൊ ഓൾറെഡി നല്ലോണ പോകുന്നതെങ്കിൽ ആ നല്ലോണ എന്ന് പറഞ്ഞ് ഇടാൻ പറ്റില്ല. പിന്നെ അവിടെ വീണ്ടും എപ്പോഴും ഇങ്ങനെ മോൾഡ് ചെയ്യണം. മോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺ ആകും, താഴോട്ടാണ് പോവുക. അപ്പൊ നമ്മൾ നീന്തുമൊക്കെ ചെയ്യുമ്പോഴാണ്, നീന്തൽ നടത്തുമ്പോൾ നമ്മൾ നല്ല ഒഴുക്കുള്ള ഒരു പുഴയിൽ നിന്ന് ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് നീങ്ങുമ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് നീന്തിയാൽ ലക്ഷ്യത്തിലെത്തും ഇല്ല. കുറച്ച് മേലോട്ട് കരുതി നിന്നത്, എന്നാലാണ് ലക്ഷ്യത്തിലേക്ക് എത്തുക. ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇയാലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത്. ഇതുപോലെ ഭൗതിക വിഷയത്തിലും ആത്മീയ വിഷയത്തിലും മെന്ററിങ് വേണമെന്ന് പറഞ്ഞില്ല. ഭൗതിക വിഷയത്തിൽ അവരുടെ ബിസിനസ്, കുടുംബമൊക്കെ മെച്ചപ്പെടാൻ മെന്ററിങ്ങോട്, ആത്മീയമായ വിഷയത്തിൽ എങ്ങനെ മെന്ററിങ് സ്വാധീനിക്കും? ആത്മീയ വിഷയത്തിൽ എപ്പോഴും ഒന്നാമത്തത് മുസാഹബത്തുൻ നഫ്സാണ്. ഇത് രണ്ട് രീതി മനസ്സിലാക്കും. ഒന്ന്, അതുക്ക് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ശൈലി ഉണ്ടല്ലോ. അവിടെ എന്താ ഒന്ന് പറഞ്ഞത്? ഒന്ന് നമ്മൾ ശരീരത്തെ ഒന്ന് സെറ്റാക്കണം എന്നാണ്. അതാണ് ഭക്ഷണം, വലിൽ ബത്തുനിൽ ഖല എന്ന് പറഞ്ഞു. ശരീരത്തെ പോയി സെറ്റായാലാണ് മൈൻഡ് നേരെയാകുക. ശരീരം സെറ്റായാലാണ് മൈൻഡ് നേരെയാകുക. മറ്റൊന്നാണ് മുസാഹബത്ത്. നമ്മുടെ ടെൻഡൻസികളൊക്കെ എപ്പോഴും എന്ത് ചെയ്യണം? നമുക്ക് അനുകൂലാക്കിയെടുക്കണം. മുജാലസാത്തു സ്വാലിഹീൻ അൽ ഫുളല, ഫുളല അൽ ഫുളല ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അത്, അതായത് നമ്മുടെ അറൗണ്ടസ്, നമ്മുടെ അഹ്വാൽ, നമ്മുടെ സിറ്റുവേഷൻസ്, അതെപ്പോഴും അവിടെയും രണ്ട് തരമുണ്ട്. റഖം വാഹദ്, അതായത് നമ്പർ 1 ഏതാണ്? നമ്പർ 1 എന്ന് പറയുന്നത് അവിടെയും നമ്മുടെ കോഗ്നിറ്റീവ് ലെവൽ. കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനെ പഠിക്കുക, നബിതങ്ങളെ പഠിക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു. അതുപോലെ സ്വാലിഹീങ്ങളായ മുൻഗാമികളെ, സലഫു സ്വാലിഹികളെ പഠിക്കുക. അപ്പോൾ എന്നിട്ട് പഠിച്ചിട്ട് അവരോടൊരു ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ അവരെ കൂടെ ആവുക. അത് റഖം വാഹദ്. അപ്പം സാനിയാണ് നമ്മൾ നേരെ കാണുന്ന ഉസ്താദുമാരെ ഇടക്കിടക്ക് സമീപിക്കുക, അവരൊന്ന് കാണുക, അവരൊരു ദിവസം ഒന്ന് കാണുക. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പഠിക്കാൻ പറ്റിയ ഒരു മാതൃകാ പുരുഷനാണ് സുൽത്താനുൽ ഉലമ. ഏതെങ്കിലും ഒരു ദിവസം ഉസ്താദിനെ ഒന്ന് കാണാം. ഉസ്താദ് ഒരു പരിപാടിക്ക് വരുമ്പോൾ എങ്കിലും ഒരു മണിക്കൂർ ഉസ്താദ് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. എവിടെയും മാതൃക ഉണ്ടാവും, എവിടെയും മാതൃക ഉണ്ടാവും. ഒരാളോട് എങ്ങനെ പെരുമാറണം, ഒരുത്തലെങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, എല്ലാറ്റിലും മാതൃക കാണാം. എത്ര ലോകം മുഴുവനും അറിഞ്ഞൊരു മനുഷ്യനാണെങ്കിൽ പോലും ഉസ്താദിന്റെ കുഞ്ഞുകാലത്തറിയാവുന്ന ഒരു പ്രായം ചെന്നൊരു സാധു, ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ ഉസ്താദിന്റെ കണ്ണെന്ന് തെറ്റിപ്പോവില്ല, പെടും. അങ്ങനെ ഒരു വിശാല മനസ്സ് കാണും. അത്തരം ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുക, സംഭവമാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടതല്ലേ. അത് പിന്നെ ഉപദേശം ആവശ്യമില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു സാധനം. പിന്നെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ദിവസം നിസ്കരിച്ചപ്പോൾ ഒരു ആലിമിനോട് എന്ത് ചെയ്യണം? നമുക്ക് ഇത്തിബായ് ചെയ്യാൻ പറ്റുന്ന അത്തരം ആലിമിനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കും, എനിക്ക് ഇങ്ങനെയാണല്ലോ അവസ്ഥ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചോദിക്കണം. ആ ചോദ്യം തന്നെ നമ്മളെ മാറ്റും. ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും, ഉത്തരം കിട്ടൂല എന്നല്ല, ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആ ചോദ്യം എന്ത് ചെയ്യും? നമ്മളെ മാറ്റും. ആ അന്വേഷണ മനോഭാവം നമ്മുടെ ഉള്ളിൽ മാറ്റം വരും. പ്രാക്ടീസിനാണ് മുൻഗണന. അവിടെ ചിലപ്പോഴൊക്കെ ഈ പ്രാക്ടീസിലേക്ക് ഒരാളെ പ്രേരിപ്പിക്കുന്നത് ഈ പറഞ്ഞ സംഗതികളായിരിക്കും. അതിനൊരു മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ മദീനയിലെ ചില ജീർണതകൾ, അഥവാ ഇസ്ലാമിലേക്ക് സമീപകാലത്ത് വന്നവരായതുകൊണ്ട് കാണുന്ന ജീർണതകൾ, ഈ ജീർണത തിരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെച്ചൊരു ഫോർമുല, ആ പ്രഭാഷണം ഒന്ന് ഹദീസുകൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പ്രധാനമായിട്ട് 2 കാര്യം കാണാം, 2-3 കാര്യങ്ങൾ. ഒന്ന്,
അഫ്ഷുസലാമ ബൈനക്കും. ആ പ്രയോഗം ഹദീസുകൾ, വ്യത്യസ്ത ഹദീസുകളിൽ അതേ ആശയം കാണാം. അഫ്ഷുസലാമ ബൈ, സിമ്പിൾ ഫോർമാറ്റ്. രണ്ടാമത് ഇത്വാമുത്വാം. മൂന്നാമത്തെ ഒരു പ്രയോഗം എന്താ അറിയോ? സൊല്ലു ബില്ലയിൽ വന്നാസുനിയാം. സൊല്ലു ബില്ലയിൽ വന്നാസുനിയാം. എന്താ ഈ സൊല്ലു ബില്ലയിൽ വന്നാസുനിയാം? തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിൽ എങ്ങനെയാ ഒരാളെ ഈ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവിടെ ഉള്ളൊരു ആ ഒരു ജീർണത മാറ്റാൻ പ്രേരിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് അള്ളാഹുവിൻ്റെ സിഫത്താണ് അർ-റഹ്മാൻ. ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വാചകമാണ്, പരിചയപ്പെടുത്തുന്ന സിഫത്താണ് അർ-റഹ്മാൻ. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും പടച്ചിട്ട് അവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കുന്നവൻ എൻ്റെ പടച്ചവനാണെന്ന്. അപ്പൊ പിന്നെ മറ്റൊരാളോടൊരു വിരോധത്തിന്റെ അധ്യായമില്ല. ഏതെങ്കിലും മതവിഭാഗത്തോടോ എൻ്റെ വിശ്വാസം ഉൾക്കൊള്ളാത്തവരോടോ വിരോധത്തിന്റെ ഒരു അധ്യായമില്ല. അപ്പോ ഈ ഒരു മനോഭാവം നമുക്ക് പേറിത്തരുന്നതാണ് സൊല്ലു ബില്ലയിൽ വന്നാസുനിയ. അതൊരു അഫർമേഷൻ ടൈപ്പ് ഇന്റർവെൻഷൻ ആണ്. അതായത് അഫർമേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇബാദത്തുകളൊക്കെ. ഇപ്പൊ ദിക്ർ നോക്ക്, സുബ്ഹാനല്ലാഹ് എന്നൊരു ആശയം പറയലാണെങ്കിൽ ഒരു വട്ടം പറഞ്ഞാൽ പോലെ, ഒറ്റവട്ടം പറഞ്ഞാൽ മതി. അതേസമയത്ത് സുബ്ഹാനല്ലാഹ് 33 അതൊരു കോഡാണ്, ഒരു പാസ്വേഡ് ടൈപ്പാണ്. അതായത് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പല സെല്ലുകളുടെയും ഒരു പാസ്വേഡ് ടൈപ്പാണിത് 33. അപ്പൊ എന്താ ചെയ്യാ? അത് ഉറപ്പിക്കണം. സുബ്ഹാനല്ലാഹ് എന്നുള്ള വാചകം പറഞ്ഞാൽ തീരാത്ത വലിയൊരു ലോകമാണല്ലോ അത്. എന്ത്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അവിടെ 2-3 ഘട്ടാണ് ഒരു മനുഷ്യന്റെ ട്രാൻസ്ഫോർമേഷൻ പറയുന്നത്. അല്ലദീന യദ്കുറൂനല്ലാഹ് എന്ന് പറഞ്ഞാൽ ചൊല്ലി നടക്കുന്ന അവസ്ഥ. ഖിയാമൻ വഖുഊദൻ, നടത്തോ ഇരുത്തോ എല്ലായ്പ്പോഴും. വഅലാ ജുനൂബിഹിം, അവര് കിടന്നാലും. ഇനി അത് കഴിഞ്ഞിട്ട് വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. പിന്നെ എന്ത് കാണുമ്പോഴും ചിന്തയാണ്. ആരെ കണ്ടാലും അയാളെ മനസ്സ് എവിടെ കണക്ട് ആകും? അള്ളാഹുവിൽ കണക്ട് ആകും. ഏത് ടൈപ്പിലുള്ള മനുഷ്യനെ കണ്ടാലും, ഏത് സെർട്ടിപ്പ് കണ്ടാലും അപ്പൊ അള്ളാഹുവിൽ കണക്ട് ആകും. എന്ത് കണ്ടാലും അയാൾ അള്ളാഹുവിൽ കണക്ട് ആകും. ഒരു ബോട്ടണി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു ഇല കണ്ടാൽ ആ ഇലയുടെ വ്യത്യസ്തതയും അതിന്റെ ഞരമ്പുകളും അതിന്റെ ഇതൊക്കെ ബോട്ടണി പഠിക്കും. ആ കുട്ടി പഠിക്കും. ആ കുട്ടി ഇതെല്ലാം പഠിച്ചാലും അവിടെ എത്തുന്നില്ല, ഈ ഇലയിലെ കുട്ടി എത്തുന്നുള്ളൂ. ഇയാൾ ഇല കാണുമ്പോൾ ഈ ഇലയുടെ അപ്പുറമുള്ള സൃഷ്ടാവിനെ കാണും. ബോട്ടണി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവിടെ ഒന്നും, ഒരു ജിയോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇങ്ങനെ പോയി ഒരു വലിയ മലയും കാര്യമൊക്കെ കണ്ട് അതിന്റെ ആ ജലം വരുന്നത് എവിടെ, ഭൂഗർഭജലാണോ അതല്ല എക്സ്റ്റേണൽ ഇതാണോ എന്ന് പഠിക്കുന്ന സമയത്തോനെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇയാള് ഇത് കാണുമ്പോൾ അതിന്റെ കൗതുകവും അതിന്റെ ഭംഗിയും ഒക്കെ കാണുന്ന സമയത്ത് ഇത് സംവിധാനിച്ചൊരു സ്രഷ്ടാവ് ഇയാളാണ് മേലെ, ഇയാളെ അറിവാണ് മേലെ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ. ഈ സമയത്ത് അയാൾ പറയുന്ന ഒരു വാചകാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. സംഭവം തന്നെ കേട്ടോ, മഹാസംഭവം. വാക്കില്ലാത്തോണ്ട് തൽക്കാലം അവിടെ നിർത്തുന്നു. സുബ്ഹാനക്, ഇതാ സുബ്ഹാനല്ലാഹ്. മനസ്സ് നിറഞ്ഞിട്ട് മനസ്സിൽ നിന്നൊഴുകുന്ന പ്രപഞ്ചത്തോളം വലുതായ വലിയൊരു ഒഴുക്കാണ്, ഒരു ഫ്ലോ ആണ് ശരിക്കും സുബ്ഹാനക്. ആ സുബ്ഹാനല്ലാഹയാണ് നമ്മൾ അഫർമേറ്റീവ് മോഡിൽ അടിച്ചു കയറ്റുന്നത്. അതാണ് സുബ്ഹാനല്ലാഹ്. ഈ അഫർമേറ്റീവ് മോഡാണ് ശരിക്കും സൊല്ലു ബില്ലയിൽ വന്നാസുനിയാം. അതായത് നിങ്ങൾ ഈ സുബ്ഹാനല്ലാഹ് 33 കോഡ് പോലെ തന്നെയുള്ള കോഡാണ് റുക്കുവിലിരുന്ന് 3 തവണ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. സെയിം മറ്റൊരു സെല്ലിന്റെ കോഡാണ്, അല്ലെങ്കിൽ മറ്റൊരു ബ്രെയിനിലേക്കുള്ള, മറ്റൊരു സെല്ലിലെ നമ്മുടെ നെഫ്സിലേക്കുള്ള, നമ്മുടെ കൽബിലേക്കുള്ള മറ്റൊരു സ്റ്റോറേജിലേക്കുള്ള ഒരു കോഡാണ് സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. 3 മതി. പക്ഷെ ടൈപ്പ് മാറുമ്പോൾ ഇഫക്റ്റ് മാറുകയാണ്, റേറ്റ് മാറുകയാണ്. അത് കഴിഞ്ഞ് സുജൂദിന്റെ മോഡിലുള്ള സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. അപ്പോൾ അത് മറ്റൊരു സ്റ്റോറേജിലേക്കുള്ള കോഡാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും സ്റ്റോറേജിന്റെ വോള്യൂം അൺഎക്സ്പെക്റ്റഡ്. ഈ ഇത്തരം അതുക്കാറുകളും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മൾ പണ്ട് മുതലേ മദ്രസകൾ മുതൽ തന്നെ പഠനം ആരംഭിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് പലപ്പോഴും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നിസ്കാരം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാതെ പോകേണ്ട അവസ്ഥയുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഈ ഒരു മോഡലിൽ
അവതരണങ്ങൾ വരികയാണെങ്കിൽ, ആശയങ്ങൾ വരികയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആവും. ഷുവർ. അത്ര എല്ലാ താല്പര്യം ഉണ്ടാവും. അതിന് നമ്മളെ ഭാഗത്തുനിന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നു? അത് ചെയ്യേണ്ട ഒരു മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മൈൻഡിൽ ഇതുണ്ടായാൽ മതി. ഉസ്താദ് ഇതൊന്നും പറയൊന്നും വേണ്ട, അയാൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദ് നിങ്ങൾ 20 റക്കഅത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോഴും 2 റക്കഅത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴും ടേസ്റ്റ് കിട്ടണം, 2 സമയത്തും ടേസ്റ്റ് കിട്ടണം. അങ്ങനത്തെ ഒരു ഉസ്താദ്, ആ ഉസ്താദ് കുട്ടികളോട് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി ഭയങ്കര സംഭവമാട്ടോ എന്ന് മാത്രമേ പറയണ്ടൂ, അല്ലാണ്ട് ഇങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. മിനൽ ഖൽബ് ഇലൽ ഖൽബ് ട്രാൻസ്ഫോർമേഷൻ നടക്കും. ഇവിടെ കൂടുതൽ പറയൊന്നും വേണ്ട, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും. കുറേ വിശദീകരിക്കണ്ട, നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, സംഭവ മക്കളെ എന്നേ പറയണ്ടൂ. യെസ്. ഞാൻ ഒരിക്കൽ ശ്രദ്ധിച്ചൊരു കാര്യം പറയാം. ഞാനൊരു സ്ഥലത്ത് ഉള്ളത് പറയാം. എൻ്റെ പിതാവ് അള്ളാഹു പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, പിന്നെ ഒരുപാട് ഒരു സമൂഹത്തിൻ്റെ തന്നെ ഉസ്താദാണ്. അപ്പോൾ ഞാനൊരു ദിവസം പിതാവ് എപ്പോഴും ഇമാമത്ത് നിൽക്കുന്ന പിന്നെ പള്ളിയിൽ, അതിൻ്റെ ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം, മരണപ്പെട്ടതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാനൊരു ഇഷായിന് ജമാഅത്തിന് അവിടെ എത്തി. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇഷായിൻ്റെ ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പെട്ടെന്ന് പോരണം. അപ്പം ഞാൻ സുന്നത്ത് നിസ്കരിച്ച് പോരാൻ നോക്കുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പോരുന്നില്ല. അവർ 11 വിത്ര നിസ്കരിക്കുന്നവരാണ്. ഇവർ മാറിയത് ക്ലാസ് കേട്ടിട്ടല്ല, അവിടെ ആ വിഷയത്തിൽ 11 വിത്ര നിസ്കരിക്കണമെന്നാണ്, ക്ലാസ് ഒന്നും കാര്യമായിട്ട് നടന്നിട്ടല്ല അവർ മാറുന്നത്. പിന്നെന്താ, അവരൊന്നിച്ച് നിസ്കരിച്ചവരാണ്. അവരിൽ പലരും സുന്നത്ത് നോമ്പ് വിൽക്കുന്നുണ്ട്. അതൊരു കൊട്ടിഘോഷിക്കലൊന്നുമില്ല, ആരും അറിയൊന്നുമില്ല. അറിയണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് നോമ്പിന്റെ മഗ്‌രിബിന്റെ സമയത്ത് ജമാഅത്തിന് അവിടെ എത്തിയാൽ മനസ്സിലാവും ഇവർ സുന്നത്ത് നോമ്പുകാരാണെന്ന് മനസ്സിലാവും. അല്ലേ മനസ്സിലാവുമൊന്നുമില്ല, അല്ലെ ഇവർ ആരും അറിയൊന്നുമില്ല. ഇതെങ്ങനെ വന്നതാ? വയലു പറഞ്ഞിട്ട് വന്നതല്ല. ആ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ നടക്കും, അതിന് നിലനിൽപ്പുണ്ടാവും. മരിച്ചിട്ട് വർഷങ്ങളായിട്ടും അതവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കുട്ടികളിലേക്ക് എത്തുമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഹാപ്പി സോൺ പരിചയപ്പെടുത്തുന്ന ഈ ടീച്ചിങ് മെത്തേഡ് അത് പുതിയതല്ല, നേരത്തെ ഉള്ളതാണിത്. ഇത് നേരത്തെ മിസാലുകൾ നിങ്ങൾക്ക് നമ്മളിത് സമൂഹത്ത് പറഞ്ഞു നോക്കിയാൽ പുല്ലൂക്കർ ഉസ്താദിൻ്റെ, അതെ, കൽബിലേക്ക് തീർച്ചു. കൽബിൽ നിന്ന് വരുന്ന കൽബിലെത്തും, നാവിൽ നിന്ന് വന്നാൽ തീർച്ചു, ഇവിടെ തന്നെ തെറ്റിച്ച് തീർച്ചു. എനിക്ക് വളരെ യെസ് മാഷാ. ഞാന് കാസർഗോഡ് ദ്രാവിഡില് ജോലി ചെയ്ത സമയത്ത് കിതാബ് കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ പിന്നെ പണ്ഡിതന്മാർക്കുള്ള പ്രയാസങ്ങളും പോലെ അനുഭവിക്കുന്ന വിഷയങ്ങളും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതില് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചെന്ന്, പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വേറെ മെത്തേഡ് തന്നെയാണ് ഇപ്പഴാ മാറിയത്. അത് മാത്രമേ ഓർമ്മയുള്ളൂ അതിൽ. ഷാ ഇബാറത്ത് പോലും കൽബിൽ പതിയുന്നത് കണ്ടല്ലോ, അതൊരു ഇതാണ്. അതായത് പുല്ലൂക്കർ ഉസ്താദിനെ ഞാൻ ഒരു തവണ വളരെ കുറഞ്ഞ സമയങ്ങളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ പറഞ്ഞ വാചകവും എല്ലാം ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇപ്പോഴും ആ വാചകങ്ങൾ എഫക്റ്റ് ചെയ്യാറുണ്ട്. കുറഞ്ഞ തവണകളെ കണ്ടിട്ടുള്ളൂ. അതുപോലെ പുല്ലൂക്കർ ഉസ്താദ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഉസ്താദുമാർ പറഞ്ഞ സംഗതികളൊക്കെ ഇപ്പോഴും ഉണ്ടാവും കൽബിലിങ്ങനെ. അതും ആവശ്യമുള്ള സമയത്ത് അത് റിട്ടേൺ വരും, റീകോളിങ് വരും. അപ്പൊ ഈ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ആദ്യം ടീച്ചേഴ്സിന്റെ ഇടയിലാണ്, അത് അധ്യാപകർക്കിടയിലാണ് ഈ സാധനം വരേണ്ടത്, ആദ്യം വരേണ്ടത്. അധ്യാപകർ എപ്പോഴും, ഒരു അധ്യാപകന് നിരന്തരം പഠനവും നിരന്തരം ഈ മെന്ററിങ്ങും ഇല്ലെങ്കിൽ ആ അധ്യാപനം പരാജയപ്പെടാനുള്ള സാധ്യത 90% ആണ്. തിസ്ഊന ഫിൽമി. ഇതില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാളുടെ ഇത് ദൂൻ 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 ദൂന പോരും. എപ്പോഴും ഇങ്ങനെ ഇലത്തഹ്ത് ഇലത്തറ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെയാണ് നടക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെനക്കെട് ഈ അധ്യാപകരിലേക്ക് എങ്ങനെ ഈ ഒരു പിന്നെ ഈ ടേസ്റ്റ് കിട്ടുന്നതാണ്. അതായത് ഇപ്പൊ നിലവിലിപ്പോ നമ്മളങ്ങനെ ത്വരീഖത്തുകളിലേക്ക് അങ്ങനെയൊന്നും പോകാത്ത അല്ലെങ്കിൽ സാധ്യതകൾ കുറഞ്ഞൊരു സമയമായതുകൊണ്ട്
ഞാനൊന്നിടെ പറയട്ടെ. അതായത് ത്വരീഖത്തിലേക്ക് എന്ന് പറയുന്നതിൽ നമ്മളെ എത്തിപ്പിടിക്കാവുന്ന ഖദറിലേക്ക് പോകുക എന്ന് പറയുന്നതാണ് നല്ലത്. ഇപ്പൊ നമ്മൾ ത്വരീഖത്ത് എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത് എന്താ അറിയാം? കള്ളത്വരീഖത്തിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അല്ല, മറ്റൊരു സാധ്യതയും കൂടി വേണം. തീർച്ചയായിട്ടും അതിന് മാത്രം കൊട്ടിയടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് പകരം മറ്റു സാധ്യതകൾ വേണം. അത്തരം സാധ്യതകൾ കുറവായതുകൊണ്ട് ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോഴുള്ള പ്രാക്ടീസിങ്ങിൽ നമ്മുടെ സ്ഥാപനങ്ങൾ അഥവാ ഉസ്താദുമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? മെന്ററിങ്ങോടുകൂടെ മാത്രമേ അപ്പോയിന്റ്മെന്റ് നടത്താവൂ. അങ്ങനെ ഒരു സംസ്കാരം കൊണ്ടുവരണം. ഓരോ സ്ഥാപനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വിദ്യാർത്ഥികളെ ആജീവനാന്തം അവർക്ക് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു മഅഹദ്, ഒരു സ്ഥാപനം എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയാണ്. അതായത് ഒരു സ്കൂളിൽ ഒരു ടീച്ചറെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ് കിട്ടാത്ത ഒരു ടീച്ചറെ അപ്പോയിന്റ് ചെയ്യുന്നില്ല എന്നതുപോലെ നമ്മുടെ ഈ ദീനി സ്ഥാപനങ്ങളുടെ രംഗത്ത് സത്യത്തിൽ ആ വിഷയം തീരെ ശ്രദ്ധിക്കുന്നില്ല. ഒരു ഫ്രഷറായ ഒരാളെ ചിലപ്പോ പ്രിൻസിപ്പളൊക്കെ ആയിട്ടുണ്ട് അപ്പോയിന്റ്മെന്റ്, അതും ഒരു നേതൃത്വത്തിൽ വരുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു മുദരിസിനെ അല്ലെങ്കിൽ ഒരു മദ്രസയിലേക്ക് മുഅല്ലിമിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് നന്നായി ഇയാൾ ട്രെയിൻഡ് ആണോ എന്നുള്ള എന്ത് ചെയ്യണം? ഒരു ചെക്കിങ്. ഒരു വർഷമെങ്കിലും ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിൽ അയാളെ വർക്ക് ചെയ്യണം. സാധാരണ ജോലി സാധാരണ ഒരു മുദരിസ് ഒന്ന് വേറെയാണ്, പ്രിൻസിപ്പാൾ ഒന്ന് വേറെയാണ്. പ്രിൻസിപ്പൾക്ക് വേറെ ഒരുപാട് തിങ്സ് ഉണ്ട്, ഒരുപാട് അഷിയ ഉണ്ട്, ഹിസ്വാൽ ഉണ്ട് അയാൾ ചെയ്യേണ്ടത്. അതിൽ അയാൾ പ്രാക്ടീസ്ഡ് ആയിരിക്കണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് സ്ഥാപനം പ്രൂവ് ചെയ്യണം. ഹീസ് അപ്രൂവ്ഡ്, മുംതാസ്. പല മഹല്ലുകളിൽ ഇപ്പോൾ കല്യാണം ജോലി ചെയ്യാൻ പാടുന്നുണ്ട്. അതിൽ കൂടുതലാകുമ്പോൾ മാറ്റണം എന്നുള്ള അത് മറ്റൊന്നാണ്. അതായത് മാനേജ്മെന്റിന് എന്തില്ല, എന്താണ് മാനേജ്മെന്റ് എന്ന് അറിയില്ല. അങ്ങനെ ഒരു സംവിധാനം ഇപ്പൊ ഒരുപാട് സംഘടനകളുണ്ട്. നമുക്ക് ശരിക്കും നമ്മളെ സംഘടനകളൊക്കെ മാനേജ്മെന്റ് സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, മാനേജ്മെന്റ് സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ മാനേജ്മെന്റ് സംഘടന ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഇത്തരം ഒരു ടീമിന് എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുത്ത് അവരെയും കൂടി ഇതുപോലൊരു സിസ്റ്റത്തിൽ കൊണ്ടുവരണം. അപ്പൊ പോലെ ഇത് ഈ ചർച്ച നടന്നാലും വിജയം തന്നെയാണല്ലോ. ഇന്നത്തെ ഈ ഒരു സംഗതിയിൽ എന്റെ ക്ലാസ്സിൽ ചിലപ്പോൾ സ്ക്രീന് വന്നോണമെന്നില്ല. പക്ഷെ ഇൻഷാ അല്ലാ ആ ഉദ്ധരണിയുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഈ സെഷൻ നടക്കുന്നത് പിന്നെ ഹാപ്പി സോണിലെ ലീഡേഴ്സ് ടീമിന്റെ ഗവേണിംഗ് ബോഡിയുടെ ക്യാമ്പ് നടക്കുകയാണ് അളങ്കൂര് വെച്ചിട്ട്. അപ്പൊ ആ ക്യാമ്പിലെ ഒരു സെഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഡിസ്കഷൻ മോഡ് വരുന്നത്. ഇതിൽ ഡിസ്കഷൻ തന്നെയാണ് ഇൻഷാ അല്ലാ. ആ ഡിസ്കഷൻ തന്നെ ഇന്ന് ഒരുപാട് ഡിസ്കഷൻ ഈ മേഖലയിൽ നടക്കാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും സൊല്യൂഷൻ ടച്ച് ചെയ്യാറില്ല. അവർക്ക് പ്രോബ്ലം ടച്ച് ചെയ്ത് പ്രോബ്ലം എക്സ്പ്ലോർ ചെയ്ത് പോരുക എന്നതിൽ കവിഞ്ഞ് ആ സൊല്യൂഷൻ ടച്ച് ചെയ്യാറില്ല. സൊല്യൂഷൻ ടച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും നമ്മൾ കരുതുന്നതും അതാണെന്നാണ്. അള്ളാഹു അങ്ങനെ കബൂൽ ചെയ്യാറ്. ഏതായാലും തഹ്ദീബിൻ നഫ്സിൽ വരേണ്ട ഒരു ഭാഗമാണ് ട്രെയിനിങ്. ഇമാമ പരിചയപ്പെടുത്തുന്ന പരിശീലനത്തിൽ വരേണ്ട ഒരു ഭാഗമാണിത്. ഷുവർ, അതാണ് സലീമും പറഞ്ഞത്. അതായത് നിങ്ങൾ നേരെയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ഇത് വേണം. അല്ലെ നിങ്ങൾ താഴോട്ടാ പോവുക. നിങ്ങളിപ്പോൾ ഉഷാറിൽ പോകുന്ന ഒരാള് നിങ്ങൾക്ക് മെന്ററിങ് ഇല്ലേ? നിങ്ങൾ താഴോട്ട് പോകുന്നു എന്നുള്ളത് എപ്പോഴാ അറിയാം? ബ്ലോക്ക് ആകുമ്പോഴേ അറിയാം. അത് ശരി, താഴെ എത്തിയല്ലേ. എല്ലാം കഴിഞ്ഞ അവസാനം റിസൾട്ടും എല്ലാം ബ്ലോക്കായി. അതുവരെ ഇങ്ങനെ പലതരം ഓരോരുത്തർ ചെയ്യുന്നതിന്റെ ആ ത്രില്ലിൽ നമ്മളിങ്ങനെ പോകും. പക്ഷെ ഇതിന്റെ എന്തില്ല, മെഷർമെന്റ് ഇല്ല, ആരടുത്തും അളവ് പോലില്ല. സ്വാലിഹീങ്ങളോടുള്ള സഹവാസം, അത് അക്ഷരാർത്ഥത്തിൽ അത് തന്നെ ഒരു മെന്റർഷിപ്പാണ്. ഷുവർ, ഒരു മെന്റർഷിപ്പാണ്, ഒരു മെന്ററിങ് ആണ്. എന്ത്? സ്വാലിഹീങ്ങളോടുള്ള നമ്മളെ അസാധ്യതത്തിന് വിടേണ്ട ഒരു സിസ്റ്റം വരരുത്. നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കാൻ വിചാരിച്ചൊരു വിഷയം എന്ത്? നമ്മളെ അസാധ്യതത്തിന് വിട്ടിട്ട് വേറെന്തോന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അത് മറ്റതൊന്നും നേരത്തെ കഴിഞ്ഞതിന്റെ ഒക്കെ പോരാ. അതായത് ഞാൻ 2ാം ക്ലാസ്സിലെത്തിയപ്പോൾ 1ാം ക്ലാസ് ഒരു ബാഡ്, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് 2ാം ക്ലാസ്സും കിട്ടിയിട്ടില്ല, 1ാം ക്ലാസ്സും കിട്ടിയിട്ടില്ല. 2ാം ക്ലാസ് കിട്ടിയ ആൾക്ക് എന്ത് തോന്നണം? 1ാം ക്ലാസ് ഉഷാറാന്ന് തോന്നണം.
ഇപ്പൊ ഉള്ള വിഷയം എന്താ പറഞ്ഞാൽ 2ാം ക്ലാസ്സിലെത്തിയ 1ാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലാണ്, ഉസ്താദ് ഇപ്പൊ 1ാം ക്ലാസ്സിലാണ് എന്ന ചിന്ത ഉണ്ടെങ്കിൽ കുട്ടിക്ക് 2ാം ക്ലാസ്സും അറിയില്ല 1ാം ക്ലാസ്സും അറിയില്ല. ഇപ്പൊ ഒരു വിഷയമുള്ളതേ, പിന്നെ കോളേജിലെ ഉസ്താദുമാര് അവര് ക്ലാസ് പോകാന്നുള്ളത് ഷാദിയത്തില്ല, മുർഷിദില്ല. പഴയ കാലത്ത് എന്ന് പറഞ്ഞാല് ഉസ്താദുമാര് ഷാദിയത്തുണ്ടായിരുന്നു, അതേപോലെ നമ്മൾ ക്വാളിറ്റി ടൈം വർക്കിലുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇപ്പൊ കോളേജിലെ കുട്ടികളെ കഴിഞ്ഞാൽ പോവാണ് കാണാനും പോകും. ദർശനത്തെ ഉസ്താദുമാരെ അങ്ങനെയല്ല, ഇടയ്ക്ക് പോയിട്ട് ഒരു ബന്ധം ഉണ്ടാകും. അപ്പൊ അതും പോയില്ല. അതായത് ദർസുകളിലൊക്കെ ഒരു വിദ്യാർത്ഥിയെ ടോട്ടലി ആയിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പോ ഒരു ബിരുദങ്ങളൊക്കെ നൽകുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് പിരിയുന്നു, ക്ലാസ് എടുക്കുന്നു. അതൊരു ആർട്ട് മാത്രമാണ്, അതൊരു കലയാണ്, കേവല കലയാണ്, ഒരു അറബിയിലെ ഒരു ആർട്ട്. അല്ലാതെ അതിന് മഹത്വങ്ങളുണ്ടെന്ന് പറയാനില്ല. മഹത്വങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റണം. ഇത് ചെയ്തിട്ട് അവരുടെ ലൈഫിൽ ഒരു ഉസ്താദ് ഒരു ശിഷ്യനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ശിഷ്യനെ അറിയണം. ശിഷ്യനെ അറിയണമെങ്കിൽ അയാളുടെ മിനിമം അയാളുടെ ഉസ്റത്ത്, അയാളുടെ ഇലത്ത് അതറിയണം. അതറിയാതെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അയാൾ സത്യത്തിൽ ഒരു ജോബ് ചെയ്യുന്നു, അയാൾ ഒരു ആർട്ട് ചെയ്യുന്നു. ഇന്ന് മാറണം. പലപ്പോഴും ഈ മെന്റർഷിപ്പിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു മെന്ററിങ് തേടാന്നുള്ള അപകടം പറഞ്ഞിരിക്കുന്നത്, അവര് ഒരാളെ തേടി പോകുന്നു. അക്ഷരാർത്ഥത്തിൽ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദാണെങ്കിലും അല്ലെങ്കിൽ ദർസിൽ പഠിപ്പിച്ച ഉസ്താദുമാരാണെങ്കിലും എവിടെയാണോ അവരുമായിട്ടൊരു ഇർഷാദിയത്ത് നടന്നത് അവരല്ലേ ശരിക്കും അവരെ മെന്ററായി വരേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ മദ്രസയിൽ ഉസ്താദന്മാരൊക്കെ പിന്നീട് വേറെ ആരോ കിട്ടുമ്പോഴേക്കും അതൊരു പുച്ഛായി തോന്നുന്നു. സമീപനം അപകടം, അങ്ങനെ ഒരു അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മൾ ഏത് വിഷയത്തിലും ഒരു മുർഷിദ് വേണം എന്ന് പറയുന്നത് ഓരോരുത്തരും ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദാണെങ്കിൽ ഇപ്പൊ 2ാം ക്ലാസ്സിലെത്തിയ 1ാം ക്ലാസ് ഉഷാറാണ് എന്ന് തോന്നുകയും ആ ഉസ്താദിനെ ബഹുമാനിക്കാനും പറ്റുന്ന ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ നമ്മളൊരു മുർഷിദിനെ തേടി പോകുമ്പോൾ അതുവരെ അയാൾക്ക് ചെറിയ കുഞ്ഞുപ്രായത്തിൽ ദീൻ പഠിപ്പിച്ചവർ പോലും പിന്നെ ഒന്നിനും പറ്റാത്തവരെ അവരോട് പുച്ഛം സമീപനം ഉണ്ട്. അത് ശരിയാണോ തെറ്റാണോ? തീർച്ചയായിട്ടും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പ്രധാന തെറ്റാണ്. ഇപ്പോ പ്രത്യേകിച്ച് ഈ ആത്മീയതയുടെ പേരിൽ ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾ കാര്യമായിട്ട് പറയുന്ന മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഹാപ്പി സോണുമായി ബന്ധപ്പെട്ട് ഈ പുരോഗതിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ നമ്മൾ വെച്ചു പുലർത്തുന്ന സമീപന രീതിയോ എന്താ? ഇപ്പോ മദ്രസയിൽ പുതിയൊരു മാറ്റം വരണമെന്ന് നമ്മളിപ്പോ സംസാരിച്ചു. അതിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞതൊക്കെ തെറ്റാണെന്നാണ്? അല്ല, ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റിയത് ആ പുരോഗതി ഉണ്ടായത് കൊണ്ടാണ്. ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നതാണ് ശരി. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ കാല ഉസ്താദുമാരെ അവരിൽ ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ചെറിയ അപാകതകൾ പറ്റിയാൽ പോലും അതിന്റെ പേരിൽ അവരെ ഉപേക്ഷിക്കുകയോ തള്ളുകയോ അല്ല ചെയ്യേണ്ടത്. അവരിലെ നന്മകൾ അപ്പോഴും അംഗീകരിക്കുകയും അവരുടെ ഒരു പൊരുത്തത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന് പുരോഗതി എന്ന് പറയുള്ളൂ. നമ്മൾ ഈ സിസ്റ്റമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എപ്പോഴും പറയുന്ന ഒന്നാണ്, പഴയകാല ഉസ്താദുമാരൊക്കെ ശിക്ഷണം എന്തായിരുന്നു? അടിയിലൂടെയും ശകാരത്തിലൂടെയും ആയിരുന്നു. അപ്പൊ നിങ്ങൾ പഴയ കാലത്ത് ഉസ്താദുമാരെ തള്ളിയിട്ടാണോ പോകുന്നത്? ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെങ്ങനെ നമ്മൾ മുന്നോട്ട് മറികടക്കും? നിരന്തരം ഉണ്ടാകുന്ന ഒരു ആരോപണമാണ്. എന്ത്? നമ്മളിപ്പോ പിന്നെ അവിടെ 2 വശമുണ്ട്. ഒന്ന്, പഴയകാലത്ത് ഉസ്താദുമാരൊക്കെ തല്ലി പഠിപ്പിച്ചു എന്ന് പറയുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ്. അതിൽ അങ്ങനെയല്ല പറയേണ്ടത്. പഴയ ഉസ്താദുമാരിലെ ചിലരൊക്കെ അങ്ങനെ വല്ലപ്പോഴൊക്കെ ചെയ്തു എന്നേ പറയാവൂ. അതാണ് അതിന്റെ ശരി, അന്നത്തെ ശരിയാണ്. അതേ സമയത്ത് ഇപ്പോ എനിക്കിപ്പോ പഴയകാലത്ത് ഉസ്താദ് എന്ന് തീർച്ചയായിട്ടും അടികൊണ്ടല്ല നന്നാകുന്നത് ഇർഷാദ്. നല്ല രൂപത്തിൽ പറയുമ്പോഴാണ് അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അവിടെയാണ് നമ്മൾ മാറ്റം ഉണ്ടാക്കിയത്. അതിന്റെ പേരിലുള്ള അതെപ്പോഴും മനസ്സിൽ കളക്കുകയും അതേപോലെ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും മനസ്സിൽ കളക്കുക. അതിന്റെ പേരില് ആ ഒരു വിഷയത്തിന്റെ പേരിൽ മാത്രം ഉസ്താദിനോട് ഒരു വിയോജിക്കും. എന്നാൽ മറ്റു ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ ചെറിയ വാർത്തകളായി അത് ശരിയാവും, നന്നാവും, ഉഷാറാവും, അതായത് ശ്രദ്ധിക്കോളും. അത് പറയുമ്പോ അതിന്റെ പേരിൽ ഉസ്താദിനോട് വലിയ താല്പര്യം.
അതുണ്ട്. ഇവിടെ അവിടെ ഊന്നി പറഞ്ഞൊരു വിഷയം, ഞാൻ പറഞ്ഞ രണ്ട് ഭാഗം. ഒന്ന്, ഇപ്പൊ എന്റെ ഉസ്താദ് പേരോട് ഉസ്താദിന്റെ ഉസ്താദ് പുല്ലൂക്കർ ഉസ്താദിന്റെ ഉസ്താദിൽപ്പെട്ട ഒരു ഉസ്താദാണ് കേൻ ഉസ്താദ്. ഇവരാരും തല്ലുന്നവരല്ല. ഇപ്പൊ എന്നെ 8 കൊല്ലത്തിനിടയിൽ തല്ലിയിട്ടില്ല. പിന്നെ പുല്ലൂക്കർ ഉസ്താദിനെ ഒരിക്കൽ തല്ലിയിട്ട് ഒരു തവണ പോലും തല്ലിയിട്ടില്ല. പുല്ലൂക്കർ ഉസ്താദിനെ കേൻ ഉസ്താദ് ഒരു തവണ പോലും തല്ലിയിട്ടില്ല. ഇതൊക്കെ പഴയ കാലത്ത് നമുക്ക് പറയാവുന്ന ഉസ്താദുമാരാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചെറിയ കുട്ടികൾ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരാരെയും തല്ലിയിട്ടില്ല. അപ്പോ നമ്മളത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വല്ലപ്പോഴും ആരോ തല്ലിയിട്ടുണ്ട്, പക്ഷെ അതിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ട, തഹ്സീമൻ, ഒരു ബ്ലെയിമിങ് സംസാരിക്കണ്ട. അവരെ ഒരു സതുദ്ദേശം കൊണ്ട് ചെയ്തു. നമ്മളിപ്പോ പറയുന്നത് എന്താ, അവരും ഏതാശയം അംഗീകരിക്കുന്നു, തല്ലാൻ പറ്റാതെ പറ്റുമെങ്കിൽ അതാ നല്ലതെന്ന് അവരും അംഗീകരിക്കുന്നു എന്നേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ ഈ കഴിഞ്ഞ കാലത്തെ മഹാന്മാരൊക്കെ ചെയ്ത് തെറ്റ്, അവരൊക്കെ തിരിയാത്തവര് എന്നല്ല നമ്മൾ പറയുന്നത്. അവരും കൂടി ഇത് ആഗ്രഹിക്കുന്നവരാണ്. അവരും കൂടി നമ്മൾ അനുഗ്രഹിക്കും. യെസ്. അതായത് ഇങ്ങനൊരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി ആ മഹാന്മാരുടെ ശ്രദ്ധയിൽ വരുമ്പോ അവരും കൂടി നമ്മൾ അനുഗ്രഹിക്കും, അവർക്കും കൂടി നമ്മളോട് സന്തോഷം ഉണ്ടാവും. ഇതാണ് നമ്മളെ വിശ്വാസം. അല്ലാതെ അവരൊക്കെ മോശം എന്നല്ല. അപ്പൊ നമ്മൾ അവരാരെയും ചെറുതാക്കി കാണുകയോ അവരുടെ ഖിദ്മത്ത് ഒരു വ്യാപകമായിട്ട് നമ്മളിപ്പോ ഈ ഒരു അധ്യാപന സിസ്റ്റത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നതാണ്, ഒരു ഇബാദത്തിന്റെ ശിക്ഷണത്തിൽ പോലും 10 വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്നുണ്ടല്ലോ. അപ്പോ ഈ ആരാധനയിൽ പോലും അടീനെ ഒരു ഇതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ താലൂമില് അല്ലെ അധ്യാപനത്തിൽ എന്തുകൊണ്ട് അസാധ്യമാക്കി കൂടാ എന്നൊരു ആരോപണം വരാറുണ്ട്. ശരിക്ക് ആയിവാ, അതാണ് ആ ഒരു പോയിന്റ്. അതായത് ഇവിടെ ഉള്ള ഒരു പോയിന്റ്, ഈ നമ്മളെ ഇബാദത്തിൽ പോലും അടിക്കേണ്ടി വരുന്നില്ലേ, പിന്നെ അതിന് ബില്ലൗല അടിക്കാൻ സമ്മതല്ലേ തലീമിൽ നിന്നാണ്. ഇവിടെ ഞാനൊന്ന് ചെറുത്തൊന്ന് പറയും. അതായത് മുആദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഉലമായിൽപ്പെട്ട ആളാണ്, അഥവാ ഇൽമിന് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ്. ആര്? മുആദ് റളിയല്ലാഹു. ആ മുആദ് റളിയല്ലാഹുവിനെ നബി തങ്ങൾ എവിടത്തേക്ക് അയക്കാണ്? യമനിലേക്ക് അയക്കാണ്. വളരെ ഇമോഷണലായ ഒരു സീനാണത്. ഇമോഷണലായ എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ പിരിയാൻ കഴിയാതെ നബി തങ്ങൾക്ക് വേണ്ടി നല്ല നാളിൽ സമർപ്പിച്ച ആളാണ് മുആദ് റളിയല്ലാഹു. നല്ല നാളിൽ അവിടുന്ന് അങ്ങോട്ട് തീർത്തും ഇൽമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളാണ്. അതുകൊണ്ട് തന്നെ മുആദ് റളിയല്ലാഹുവിന്റെ ബിദായത്തുൽ ഹിദായയിലെ ഖിസ്മുസാനി തുടങ്ങുന്ന സമയത്ത് അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു മുആദ് റളിയല്ലാഹുവിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നതൊക്കെ കാണാം. മുഴുവനും എന്താണ്, ഇമോഷണലായി അറ്റാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ മുആദ് റളിയല്ലാഹുവിനെ നബി തങ്ങൾ അയക്കുമ്പോൾ നിർദ്ദേശിച്ച നിർദ്ദേശം ഉൾപ്പെടെ പഠിച്ചു നോക്കിയാൽ കാണാം. ബശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. ഈ ശൈലിയാണ്. അതായത് ഒരു ആൾക്ക് നിങ്ങളുടെ ടീച്ചിങ് അത് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാക്കണം, മടുപ്പ് ഉണ്ടാക്കരുത്. തല്ലിയിട്ട് ഹാപ്പിനെസ് ആണോ ഉണ്ടാകുക എന്നുള്ള നമ്മൾ പറയേണ്ടതില്ലല്ലോ. യസ്സിറു വലാ തുഅസ്സിറു, പരമാവധി ഈസിയസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? എളുപ്പവൽക്കരിക്കണം. എന്ത് ചെയ്യരുത്? വലാ തുഅസ്സിറു, നിങ്ങൾ ഡിഫിക്കൽട്ട് ചെയ്യരുത്. നിങ്ങൾ പിന്നെ പരമാവധി അതാണ് കൊണ്ടുവരേണ്ടത്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ പറഞ്ഞു, എന്ത് 7 വയസ്സായ നിങ്ങൾ കൽപ്പിക്കണേ, 10 വയസ്സായിട്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ അടിക്കണേ. ഈ അടിക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു മാനവറുകൾ വിശദീകരിച്ച സമയത്ത് യാനത്തിൽ ഉൾപ്പെടെ പറയുന്നു, എങ്ങനെയല്ല തല്ലേണ്ടത്, കുട്ടിയെ നോവിക്കുന്ന രീതിയിലും അപകടപ്പെടുത്തുന്ന താല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അതായത് 10 വയസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ മുമ്പിൽ നിങ്ങളുടെ ഫേംനെസ് കാണിക്കണമെന്നേ ആ വാക്കിന് അർത്ഥം വരുള്ളൂ. അപ്പോൾ ഒന്ന്. രണ്ടാമത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പ്രവൃത്തിയെ വാക്കുകൊണ്ട് ബയാൻ ചെയ്യാന്നുള്ളത് ഹദീസുകളുടെ മുസ്തലഹാത്ത് പഠിക്കുന്ന നമുക്കറിയുന്നതല്ലേ. നബിതങ്ങളുടെ ഹദീസായിട്ട് നമ്മൾ പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സന്ദർഭത്തിൽ ഒരു സാഹചര്യത്തിൽ നബിതങ്ങളുടെ പ്രതികരണം, ആ പ്രതികരണവും ഹദീസാണ്. ആ പ്രതികരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. എങ്കിൽ ഈ ഹദീസ് നബിതങ്ങൾ പ്രവൃത്തി കൊണ്ടും കൂടി വിശദീകരിച്ചിട്ടില്ലേ? ഇല്ലേ?
ഹസനും ഹുസൈനും പേരക്കുട്ടികളും ഫാത്തിമയും ഇവരൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ആ പഠിപ്പിച്ച സമയത്ത് തല്ലിയിട്ടാണോ അവസാനം അവർ നിസ്കരിച്ച്? അല്ല. അപ്പൊ നബിതങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞൊരു സംഗതിയെ പ്രവൃത്തി കൊണ്ട് ബയാൻ ചെയ്തപ്പോ എന്താ വന്നത്? 7 വയസ്സായിട്ട് കൽപ്പിച്ചിട്ട് പിറ്റേന്ന് തന്നെ അടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, 4 കൊല്ലമുണ്ട് ഏകദേശം. ഈ 4 കൊല്ലത്തെ ഗ്യാപ്പ് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ചെയ്യേണ്ടി വരൂല എന്ന് നബിതങ്ങൾ കാണിച്ചു തരിക. ഈ കാലഘട്ടത്തിലുള്ള ഉലമാനെ പോലും, ഇപ്പം ഈ സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് മഹാന്മാരെയൊക്കെ നമുക്കറിയാം. ഓക്കെ ഉസ്താദ്, ഈ സുലൈമാൻ ഉസ്താദ്, അങ്ങനെ ഒരുപാട് മഹാന്മാർ, അവരൊക്കെ അവരെ മക്കളെ നിസ്കരിപ്പിച്ചതും പഠിപ്പിച്ചതും കാണാം. നമ്മളൊന്ന് പഠിച്ചു നോക്ക്. തല്ലുപോയിട്ട് തല്ലാൻ ഓങ്ങേണ്ട ഒരു അവസരം അവരുടെ ജീവിതത്തിൽ കാണൂല. കാസർഗോഡ് ജോലി ചെയ്യുന്നു, ആക്സിഡന്റ് മാഷാ പിന്നെ ഓഫീസ് പിന്നെ കുട്ടികളോട് ഉപദേശിക്കുമ്പോഴേ, അപ്പൊ ഓഫീസ് അത് അവിടുന്ന് ആണോ നിന്നത്, അവിടുത്തെ നിങ്ങളെ പള്ളിയിൽ നിന്ന് ആണോ നിന്നത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, മൈക്കിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കേട്ടിരുന്നു. ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് ഉസ്താദിനെ കണ്ടിട്ടാണ് വളർന്നത്. നേരത്തെ എഴുന്നേറ്റ് പിന്നെ സഹജിതൊക്കെ നിസ്കരിച്ചതിന് ശേഷം ആ പാരായണം ചെയ്യുന്നത് കേൾക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മള് ഇതില് മോഡൽ ഉണ്ടെങ്കിൽ നമ്മള് കുട്ടികൾക്ക് മോഡലായാല് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെയും മാറും. തീർച്ചയായിട്ടും. അതായത് ഒക്കെ ഉസ്താദിന്റെ ഒക്കെ അധ്യാപനങ്ങൾ അങ്ങനെയായിരുന്നു. ആ സ്മരണിക വായിച്ചാൽ അറിയാം. ഞാൻ പലതവണ ആ സ്മരണിക വായിച്ചതിന് ശേഷമാണ് ഒക്കെ ഉസ്താദിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരെ കാണണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ അരീക്കോടുള്ള നമ്മൾ അബ്ദുൾ റസാഖ് ഉസ്താദ് ഞാൻ കാണാൻ പോയി. വലിയ ഉസ്താദാണ്, വലിയ പണ്ഡിതനാണ്. നമ്മൾ കുറേ സമയം സംസാരിച്ചു. ഒരുപക്ഷെ ആ ഉസ്താദിന്റെ ഒരു മതതായിരിക്കാം അത്. അത്ര കൂടുതൽ ഒരാളോട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരൻ. വലിയ ഉലമാവിന് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മളെപ്പോലെയുള്ള ജുഹാലിനോട് അധികം സംസാരിക്കാൻ ആകൂല. അപ്പോൾ കുറേ സമയം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച സമയത്ത് ഉസ്താദിന്റെ മാറ്റർ എന്താ ഇതിൽ കൂടുതലും വന്നത്, ഉസ്താദിന്റെ സമീപന രീതി വളരെ യൂസറുള്ള സമീപന രീതി, പക്ഷെ മാറ്റം വളരെ വലുത്. അതിൽപ്പെട്ടതാണ് ഏതോ ഒരു ശിഷ്യൻ ഒരു ദിവസം എന്ത് ചെയ്തു, ഒരു കേൾക്കാൻ പാടില്ലാത്ത ഒരു പ്രഭാഷണം കേൾക്കാനോ അങ്ങനെ എന്തോന്നിന് പോയി, ഒരു അച്ചടക്കരാഹിത്യം കാണിച്ചു. ഇത് പരാതി വന്നു. പരാതി വന്നപ്പോ ഉസ്താദ് ചെയ്തത് എന്താ, ആ മുത്താലിമിനോട് എന്റെ കുട്ടിക്ക് അതൊക്കെ വേണോ, ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഉസ്താദ് പറയാ, അയാള് ഇനിയൊരു തൗബത്തൻ നസൂഹ, ഇനിയൊരു തൗബ ചെയ്യാൻ ബാക്കിയില്ല. ഇത് ഞാനൊരു സാസ് പറഞ്ഞപ്പോ ഓക്കെ ഉസ്താദിന്റെ ഒരു ശിഷ്യൻ പറഞ്ഞു, ഇതുപോലെ കുറേ സംഭവം കാണാം. അതിൽപ്പെട്ടതാണ് ഒരിക്കൽ ആരോ വന്നിട്ട് പറഞ്ഞു, മുത്താലിമീങ്ങളൊക്കെ മുടി കുറച്ച് കൂടുതൽ, ഉസ്താദ് തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഇവരൊക്കെ വാക്കിലും ബാല്യവും ആയിട്ട് വന്നതല്ലേ, ഞാൻ ഇങ്ങനെ ഇവരെ ഇങ്ങനെയൊക്കെ പരതണോ, ഒക്കെ മോശമല്ലേ. അപ്പൊ ഇത് മുത്താലിമീങ്ങൾ അറിഞ്ഞു. അപ്പൊ മുത്താലിമീങ്ങൾ അവരൊക്കെ കുറച്ച് മുടിയുള്ളവരൊക്കെ പോയി മുടി വെട്ടി വന്നു. അപ്പൊ അതിൻ്റെ ഒരു എളുപ്പം നോക്ക്. സമീപന രീതിയിൽ വരുന്ന മാറ്റം, സമീപന രീതിയിൽ ഏറ്റവും നല്ല സമീപനം. ഒരു ശിഷ്യനും കൂടി നമ്മൾ സംസാരിക്കും, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ സമയത്ത് അവര് നമ്മൾ പറഞ്ഞ ഈ ഫിലോസഫി എങ്ങനെയായിരുന്നു എന്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് അതെ അതെ അതെ. ഇവിടെ പിന്നെ ഇപ്പോ മാഷാഅല്ലാഹ് നല്ല ചർച്ചകൾ ഈ അധ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്, നബിതങ്ങൾ ശിക്ഷണം നടത്തുന്നിടത്തും വടിയെടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹുവിനെ അണിയണിയായി സ്വഫ് നിർത്തുന്ന സമയത്ത് നബിതങ്ങളെ കയ്യിലുള്ള ചെറിയ വടി കൊണ്ട് നബിതങ്ങൾ ഇതാക്കി എന്ന് പറഞ്ഞിട്ട്, സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അതും താലീമുമായിട്ട് എങ്ങനെ ബന്ധം ആരോപണം ഉന്നയിക്കുന്ന ഒരു കഴിഞ്ഞ ദിവസം ആരോ അങ്ങനെ ചോദിച്ചില്ലേ, എനിക്ക് കുറെ സമയം ചിരി വന്നുപോയി. കാരണം താലീമ് എന്നൊരു വിഷയവും പട്ടാളത്തിൽ സ്വഫ് നിർത്തുന്ന സമയത്ത് സ്വഫ് പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ആ സംഭവിച്ച സംഭവം എന്താ, സവാദ് റളിയല്ലാഹുവിന്റെ ആ സംഭവം എല്ലാവരും അറിയുന്നത്. ഇപ്പൊ നബിതങ്ങൾ ആർക്കെങ്കിലും എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ സവാദ് റളിയല്ലാഹു പറയാണ്, എന്ത് എനിക്ക് ഖിസാസ് വേണോ, ഖിസാസ് എടുക്കണോന്ന്. അപ്പൊ എന്താ, എന്നെ നിങ്ങൾ അന്ന് കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പകരം കുത്തണം. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എടുത്തു പിടിച്ച് നിൽക്കുക, ഇത് ഇനി എന്താ നടക്കാൻ പോകുന്നത്. അപ്പൊ നബിതങ്ങളായതുകൊണ്ട് ഒന്നും മറികടക്കാൻ പറ്റാത്തതുകൊണ്ട് അവസാനം എന്താ സംഭവിച്ച്, സവാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ ഞാൻ അങ്ങേ ഖിസാസ് നടത്തി, എനിക്ക് ആ ശരീരത്തിലൊന്ന് ടച്ച് ചെയ്യണം, അതിനുള്ള മോഹം കൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ നബിതങ്ങൾ അവിടെ ശിക്ഷിക്കുകയോ
അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ഒന്ന്. രണ്ടാമത്തത്, അത് സമൂഹം അറിയുന്നത് എവിടെയാ? സവാദ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ ശരീരത്തിൽ തൊട്ടാൽ ആ ശരീരം ശിക്ഷിക്കപ്പെടൂല എന്നൊരു ബോധ്യമുള്ളത് കൊണ്ട് അതിനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അല്ലാതെ സവാദ് റളിയല്ലാഹു അൻഹു വേദനിച്ചോ, അതല്ലെങ്കിൽ നബിതങ്ങളെ അടിച്ചോ, അല്ലെങ്കിൽ ശകാരിച്ചോ, ദേഷ്യത്തോടെ എന്തെങ്കിലും ചെയ്തോ? സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം റളിയല്ലാഹു അൻഹും. അപ്പൊ ആ മഹാന്മാരുടെ ജീവിതത്തിലൊന്നും എന്തില്ല അങ്ങനൊരു. പക്ഷെ ഈ അടിക്കണം എന്നുള്ള വ്യഗ്രത ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇത്. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നില്ല. ചിലർ ധരിക്കുന്നത് ഏതോ മഹാന്മാരൊക്കെ അവരുടെ ഉദ്ദേശശുദ്ധി കൊണ്ട് അടിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാകും, അപ്പൊ അതിനെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു എന്നാണ് ഇവർ തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാശിയോടെ ഇങ്ങനെ മത്സരിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ആശയം നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോ വിശുദ്ധ ഖുർആന്റെ അവതീർണ സമയത്ത് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണച്ചുകൂട്ടി നബി തങ്ങളെ മിലൂനി എന്ന് പറഞ്ഞു പോയ സംഭവം. അപ്പോ പഠിപ്പിക്കാൻ വേണ്ടി ശിക്ഷിക്കാമല്ലോ എന്നൊരു ആരോപണം വരാറുണ്ട്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചു കൂട്ടിയപ്പോ വേദനിച്ചില്ലേ? ആ വേദനിപ്പിച്ച ഒരു ശിക്ഷയല്ലേ? പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ അത് ചെയ്തത്? ഞങ്ങൾ ഒരിക്കലും മർക്കസിൽ നിന്ന് ഓതുന്ന സമയത്ത് ഈരാൻകുട്ടി ഉസ്താദിനോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു. ആരോ ഒരാൾ ചോദിച്ചതാണ്. ഉസ്താദിന് പെട്ടെന്ന് അങ്ങോട്ട്, ഉസ്താദ് അങ്ങനെ വാദിപ്പാകുന്ന ആളല്ല, ഉസ്താദ് അങ്ങോട്ട് വിവരണമായി. ആര് ചോദിച്ചു നബിതങ്ങളെ ശിക്ഷിച്ചു എന്ന്? നബിതങ്ങളെ ഉസ്താദാണോ ജിബ്രീല്? ഉസ്താദിന്റെ ചോദ്യമാണ്. ഉസ്താദാണോ ജിബ്രീല്? പഠിപ്പിക്കുകയാണോ അവിടെ? അവിടെ നബിതങ്ങൾക്കൊരു ഖിദ്മത്തായിട്ട് എന്ത് ചെയ്തു? അത് എത്തിച്ചു കൊടുത്തു. അത് എത്തിച്ചു കൊടുക്കുന്നിടത്ത് ശിക്ഷ എന്ന് പറയുന്ന സംഭവം അവിടെ നടന്നിട്ടില്ല. ശിക്ഷിക്കാനുള്ള യോഗ്യതയില്ല ആർക്ക്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെക്കാളും ഫളിൽ ആർക്കാ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ? ഉസ്താദിന്റെ ചോദ്യം. അങ്ങനെ ശരിയാകുമ്പോ എന്താ ശരി വരണ്ടെന്ന് പറഞ്ഞാൽ ശിഷ്യൻ ഉസ്താദിനെ തല്ലാന്ന് തെളിവാക്കേണ്ടി വരും അവിടെ. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതൊന്നും. പക്ഷെ അപ്പൊ എന്തൊക്കെ വൈരുദ്ധ്യം വരും എന്ന് പറഞ്ഞാൽ ബഷിറു വലാത്തു നഫിറു എടുത്തു മാറ്റണം, യസിറു വലാത്തു യസിറു എടുത്തു മാറ്റണം, സമീപന രീതികളൊക്കെ മാറും. ഏതായാലും നമ്മൾ മൊത്തത്തിൽ പരതിയാൽ ഒരു അടിയിലൂടെ തെളിമ നടത്തിയവരുണ്ടെങ്കിൽ പോലും അവരും എന്തിന്റെ ആളാ? മറ്റതിന്റെ ആളാ. പക്ഷെ അവരുടെ ഉദ്ദേശശുദ്ധി കൊണ്ടും അവരുടെ അതിയായ ആഗ്രഹം കൊണ്ടും അവർക്ക് കഴിയാത്തൊരു സംഗതി അവരെന്ത് ചെയ്യുന്നു? അവർക്ക് ഒരു സംഗതി കഴിയാതിരുന്നപ്പോ മറ്റൊരു കൈക്ക് ശ്രമിച്ചു എന്ന് മാത്രം. അല്ലാതെ അവരാരും കുറ്റക്കാരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അവരും ഇതിന്റെ ആളാ. അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഒരു ജിബില്ലത്ത് കൈമാറുന്ന ഒരു പ്രോസസ്സാണെന്നാണ് ഉസ്താദ് അന്ന് പറഞ്ഞത്. അത് ഇൻസാനിയത്തുമായ അജിബില്ലത്ത് കൈമാറുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ് അന്ന് ഉസ്താദ് പറഞ്ഞ ഒരു ബയാൻ. അത് പല മഹാന്മാരുടെയും വിശദീകരണങ്ങളിൽ അങ്ങനെ കാണാം. അല്ലാതെ ഒരു അധ്യാപനത്തിനുള്ള സമീപനം അല്ല. ചുരുക്കി പറഞ്ഞാൽ തഹ്ദീബുൻ നഫ്സിന്റെ ഭാഗമായി ചർച്ച നടക്കുമ്പോൾ പരിശീലനം നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഇൽമിന്റെ അഹ്ലുകാരും നല്ല പ്രൊഫഷനായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവർ ലൈഫ് ലോങ് പരിശീലനത്തിന് വിധേയം. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാരെ നമ്മളൊന്ന് സമീപിച്ചു നോക്ക്. നമ്മൾ കരുതുന്ന നമ്മളൊരു നസീഹത്തിനൊക്കെ അവരെ സമീപിച്ചു നോക്ക്. അവർക്ക് നസീഹത്തിന് ഇഷ്ടമില്ല. അവരിൽ ഇനി എന്ത് മാറ്റം അവര് ചിന്തിക്കുന്നത്. വലിയ ഉലമാ ആ മഹാന്മാരുടെയൊക്കെ വലിയ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആ മഹാന്മാരുടെ അടുത്തൊക്കെ നമ്മൾ ഇപ്പോഴും പോയാൽ അവരിപ്പോഴും എന്താണ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോഴും മഹാന്മാരുടെ കൂടെ അവരെ വീണ്ടും തഹ്ദീബാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ വാക്കൊക്കെ കേട്ടാൽ നമ്മളിങ്ങനെ തരിച്ചു നിൽക്കും. അതാണ് അവരുടെ. അത് നമ്മൾ ഇത്തിബായ് ചെയ്യുക എപ്പോഴും. ഇനി എന്തെങ്കിലും ഒന്ന് മേലോട്ട് പോകാൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഒന്നും കൂടി പുരോഗമിപ്പിക്കാൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഒന്ന് മേലോട്ട് കൊണ്ടുപോകാനുണ്ടോ? അത് പരസ്പരം അന്വേഷിക്കും. നമ്മൾ ഹാപ്പീസും നമ്മൾ സിസ്റ്റമൊക്കെ അങ്ങനെയാണല്ലോ. നമ്മളെല്ലാവരും പരസ്പരം എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ഉണർത്തുകയും തിരുത്തുകയും. ഇപ്പൊ ഈ ക്യാമ്പ് പോലും അതിന്റെ ഒരു ഭാഗമാണ്. നമ്മളെ സാധാരണ ട്രെയിനേഴ്സ് ടീമിൽ ഇതുപോലെ പരസ്പരം ഉണർത്താനുള്ള ഇത് അത്ര പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത്ര ശാഖനീയമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെഷ്യൽ ടീം ഒരു മാസത്തിൽ ഒരു തവണ ഒരുമിച്ച് പരസ്പരം തിരുത്തുന്നു, നമ്മൾ വിലയിരുത്തുന്നു. എന്നിട്ട് നമ്മളെ അസാധ്യത്വം നമ്മളെ മശായിഖുമാരൊക്കെ നമുക്ക് പകർന്നു തന്നതും മാത്രം, പുതിയൊന്നും കൊണ്ടുവരുമൊന്നും വേണ്ട. അത് തന്നെ നമ്മൾ ശ്രമിക്കുന്നു, കൂടുതലാക്കാൻ ശ്രമിക്കുന്നു, അധ്വാനിക്കുന്നു. ഒരു ഖിദ്മത്ത് അഥവാ ഇപ്പോൾ ഉള്ള ദീനിയിൽ ഉലൂമിന്റെ ലോകത്ത്, മതവിജ്ഞാന ലോകത്ത് ഒരു ഖിദ്മത്തും കൂടി ചെയ്യാൻ പറ്റുമോ?
എന്നൊരു ശ്രമം, അതാണ് നമ്മളെ തഹദീബുൻ നഫ്സിന്റെ ഭാഗമായിട്ട്. പരിശീലനം അവസാനം പരിചയപ്പെടുത്തുമ്പോഴും പിന്നെ ലാസ്റ്റ് പിന്നെ എത്തുന്ന ഒരു ചോദ്യമുണ്ട് ചിലരെങ്കിലും, അത് പരിശീലനമൊക്കെ കുറെ കാലം എടുത്തിട്ട് ഇങ്ങനെ ചെയ്തുണ്ടാക്കണ്ടല്ലേ, എന്നാ ഒരു അടിയോ ഒരു പേടിപ്പിക്കലോ ചെയ്താല് അങ്ങ് വേഗം ശരിയാവുമല്ലോ, അതുപോലെ എന്തിനാ അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു ചോദ്യമാണത്. അതായത് എനിക്ക് അധ്വാനിക്കാനൊന്നും വയ്യ, ഞാനൊരു പണിയും കെടുക്കും, എൻ്റെ എല്ലാം ഉഷാറായിരിക്കണം. എനിക്കത് ഓർമ്മയാകുന്നത് ഇപ്പം അടുത്ത് കുറച്ച് ദിവസം മുമ്പ് നമ്മളെ ഈ കൂട്ടത്തിലുള്ള ഒരു ഉസ്താദിനോട് ഒരു അധ്യാപകൻ, അദ്ദേഹം ഭൗതികം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ ഈ ട്രെയിനിങ് ഞാനൊരു സ്ഥാപനം പറഞ്ഞു തന്നാൽ അവിടെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്തേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു വിദ്യാർത്ഥി ഈ ഭൗതികം പഠിപ്പിക്കുന്ന അധ്യാപകനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തോട് ഈ ഖുർആൻ മനഃപ്പാടമാക്കിയ വിദ്യാർത്ഥി പറഞ്ഞു, എനിക്ക് ഏറ്റവും വെറുപ്പ് മുസ്ഹഫിനോടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭൗതികം പഠിപ്പിക്കുന്ന അധ്യാപകൻ പോലും ഒന്ന് തരിച്ചുപോയി. അപ്പൊ എന്തായിരുന്നു കാരണം? ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയ സബബാണ്, അതിന്റെ റീസണാണ് ഈ ഇരിക്കുന്നത് എന്നാണ് കാരണം. അപ്പൊ അതുകൂടി നമ്മൾ ആലോചിക്കണം. എന്ത്, നിങ്ങളെ എളുപ്പത്തിന് വേണ്ടി മുത്തുനബിതങ്ങൾ പഠിപ്പിച്ച നിർദ്ദേശം വലിച്ചെറിയുമ്പോൾ, ഈ സലഫു സ്വാലിഹീങ്ങളൊക്കെ പഠിപ്പിച്ചത് അങ്ങനെ വലിച്ചെറിയുമ്പോൾ അതിന്റെ ഭവിഷ്യത്തിന്റെ ദൈർഘ്യം, അതിന്റെ വിപത്തിന്റെ വൈപുല്യം അത് വളരെ വലുതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ അത്തരം ക്രൂരത ഒരു സിസ്റ്റത്തോട്, ഒരു വൈജ്ഞാനികമായ ഒരു സംവിധാനത്തോട് വിരോധം ഉണ്ടാക്കുന്ന ഒരു സംഗതി എന്ത് ചെയ്യരുത്. അതൊരു തരം ഷണ്ടത്വമാണ്, ഒരു തരം എന്താ പറയാ, ഒരു നല്ലൊരു സംഗതിക്ക് ഇറങ്ങുമ്പോൾ അതിനോളം നമ്മൾ വളരെയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നമുക്ക് തോന്നും പോലെ അങ്ങ് നടത്തുക, ഞാനിതിനൊന്നും വിധേയനാകില്ല എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരതയാണ്, ഭയങ്കര തിന്മയാണ്. ഇതിന്റെ ഉദാഹരണം ഇപ്പോഴത്തെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീമിങ് ചെയ്യുന്നതിലുള്ള ഒരു വ്യക്തി ഇത്തരം ഒരു ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, ഒരു പീഡനത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇറങ്ങിപ്പോകുന്ന ഇപ്പൊ പല രൂപത്തിലും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മഹത്വമുള്ള തൊപ്പിയുടെ പേരിൽ എന്ത് ചെയ്യാണ്, ഇപ്പൊ മറ്റൊന്നാണ് അറിയപ്പെടുന്നത്, ഓപ്പോസിറ്റ് ആണ് അറിയപ്പെടുന്നത്. തൊപ്പി എന്നൊക്കെ പറഞ്ഞാൽ മഹത്വമുള്ള, ഞാനിപ്പോ ഈ തൊപ്പി ഇട്ടാൽ ഏത് മോശക്കാരൻ ഉഷാറാണ് എന്നൊക്കെ പറയുന്ന കവിതകൾ വന്നത് നമ്മളെപ്പോഴും വായിച്ചതാണ്. അതേ സാധനം ഇപ്പൊ മറ്റൊരു സിമ്പലായി, ഓപ്പോസിറ്റ് സിമ്പലായി മാറി. എന്തുകൊണ്ടാണ് അതുണ്ടായത്? ഇത്തരം ഒരു, അതായത് എനിക്ക് വേഗം റിസൾട്ട് കിട്ടണം എന്ന ചിന്താഗതിയുടെ സമീപനം കൊണ്ടാണ് അങ്ങനെ. അതുമാത്രമല്ല, പലപ്പോഴും ചാനലുകളിലൊക്കെ വന്ന് യുക്തിവാദികളുടെയും നിരീശ്വരവാദത്തിന്റെയും ഒക്കെ ഹെഡ് പോസ്റ്റിൽ ഇരിക്കുന്ന പലരും, മുസ്ലിം നാമധാരികൾ, എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാർ, അവർക്ക് സത്യത്തിൽ ഈ ആശയത്തോടല്ല വിരോധം. കുട്ടിക്കാലത്ത് അവർക്ക് ഇതിന്റെ പേരിൽ കിട്ടിയ ശിക്ഷണ രീതികൾ അവരിലുണ്ടാക്കിയ പരുക്കാണ്. ആ പരുക്കാണ് ശരിക്കും, അല്ലാതെ അവരെ ഒന്ന് നല്ലൊരു സൈക്കോളജി അറിയാവുന്ന, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് റീഡിങ് അറിയാവുന്ന നല്ലൊരാള് അവരുടെ കൂടെ ഒരു കുറച്ചു കാലം ഇടപഴകിയാൽ അവർക്ക് പിന്നെ ഈ മതവിരോധമൊന്നും കാണൂല. ഇപ്പൊ പലരും ഉണ്ട് ഇന്ന് മതവിരോധമാണ് യുക്തിവാദത്തിന്റെ പേരിൽ അവർ പറയുന്നത്, അല്ലാതെ യുക്തിവാദമല്ല അവർ പറയുന്നത്, മതവിരോധമാണ് അവർ. ശ്രദ്ധിച്ചു നോക്കിയാൽ മതത്തോട് അവരുടെ വ്യക്തിത്വം മറന്നുള്ള വിരോധം, അവരുടെ നിലയും വിലയും മറന്നുള്ള വിരോധം. ആ വിരോധം ഉണ്ടാക്കുന്നതിന്റെ കാരണം അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അഗാധമായി കിടക്കുന്ന ഇത്തരം ശിക്ഷണങ്ങളുടെ പരുക്കുകളാണ്. ജയിലിനോടാണ് പലപ്പോഴും ഉപമിക്കുക. അവർ മതത്തെയും മതവിഷയങ്ങളെയും ഉപമിക്കുന്ന ജയിലിനോടാണ്. ഇവരെന്ത് ചെയ്യണം? നമ്മളൊരു സീരീസ്, ഒരു ടോക്കിംഗ് നമ്മളിവിടെ നടത്തിയിരുന്നു, നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട്. സത്യം പറയുകയാണെങ്കിൽ മതവിഷയങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ജയിലാണ്. ഏത്? ഈ മതമില്ലാത്തൊരു ജീവിതം ഒരു ജയിലാണ്. എന്താ, മതമില്ലാത്തൊരു ജീവിതത്തിൽ സുഖങ്ങളില്ല. ശരിക്കും സുഖങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇന്ന് സുഖത്തിന് വേണ്ടി ചെയ്തത് നാളെ സുഖമാകുന്നില്ല, നാളെ വേറെന്തോ ചെയ്യണം. അതേസമയത്ത് ഒരു മതമുള്ളൊരു മനുഷ്യനെ നിങ്ങൾ നോക്കൂ, സുബഹി നിസ്കരിച്ചൊരു സുഖം നാളെ നഷ്ടപ്പെടുവോ? അയാൾ 60 കൊല്ലം നിസ്കരിച്ചാൽ നഷ്ടപ്പെടുവോ? ഇല്ല. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത സുഖം 50 കൊല്ലോ 100 കൊല്ലോ പാരായണം ചെയ്താൽ നഷ്ടപ്പെടുവോ? ഇല്ല. ഫാത്തിഹ സൂറത്തും അടുത്ത ഒരു മുസ്ലിമിനെ കാണുമോ? ഇല്ല. ഒരു ദിവസം തന്നെ എത്രയോ തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോഴും ഫാത്തിഹയോട് ഇഷ്ടം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മതത്തിന്റെ പേരിൽ ചെയ്യുന്ന അത്തരം ആസ്വാദനങ്ങൾ, എന്റർടൈനിങ്ങുകൾക്ക് ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്, ദൈർഘ്യകാലം നിലനിൽക്കുന്നുണ്ട്, അയാൾക്ക് മടുപ്പില്ല. മറ്റതൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇന്നലത്തെ ഒരു മ്യൂസിക് രീതികൾ ഇന്ന് ഔട്ട് ഓഫ് ഫാഷനായി, ഇന്നത് പറ്റൂല, ഇന്ന് വേറെ മാറിപ്പിടിക്കണം. മാറ്റിപ്പിടിച്ച് വൈകൃതങ്ങളെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഡാൻസിങ് ഒക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്
ഉമ്മ അമ്മാവന്മാരെ കാണാൻ വേണ്ടിയൊക്കെ അന്ന് നടന്നു പോയായിരുന്നു. അങ്ങനെ നടന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പോകുമ്പോൾ ഗിഫ്റ്റ് കൊണ്ടുപോകണം. ഈ ഗിഫ്റ്റ് കൊണ്ട് അമ്മാവന്മാരൊക്കെ മുറുക്കുകയായിരുന്നു. വെറ്റില അടക്കം മുറുക്കില്ല. മുറുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ അടക്ക ഒരു ഇതിലാക്കിയിട്ട് തരും. ഈ അടക്ക സൂക്ഷിക്കാൻ വേണ്ടി, ഉണങ്ങാതെ സൂക്ഷിക്കണം. എന്തിന്? മുറുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി. അതിന് ഒരു കലത്തില് വെള്ളത്തിലിട്ട് വെക്കുക, നീറ്റിലിടുക, നീറ്റടക്കാന്നാണ് പറയാം. ഇത് എടുക്കുന്ന സമയത്ത് എടുത്തു നോക്കിയാൽ ദുർഗന്ധമൊക്കെ ഉണ്ടാവും കേട്ടോ നേരെ എടുക്കുമ്പോൾ. അപ്പൊ അതിങ്ങനെ തുറന്നാൽ അതിൽ കൃമികളുണ്ട്. ഈ കൃമികൾ ഇങ്ങനെ പടക്കുന്ന ഒരു ശൈലിയുണ്ട്. ഒരു വല്ലാത്തൊരു പടക്കലാണ്. എനിക്ക് ഈ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കാണുമ്പോൾ ആ കൃമികളെ ഓർമ്മയാകും. പക്ഷെ ഇതാണ് ഇന്ന് പലരും എന്ത് ചെയ്യുന്നത്, പിന്നെ ഒരു ആഘോഷമായിട്ട് കൊണ്ടു കിടക്കുന്നത്. ഇന്ന് പലരും അത് ഭയങ്കര സ്റ്റെപ്പായിട്ടൊക്കെ പഠിക്കേണ്ടി വരുന്നത്. അത് പഠിക്കേണ്ടി വരുന്നു. ഇങ്ങനെ വൈകൃതങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന ഒരാള്, അയാളെ ജസ്റ്റ് ഒന്നൊരു ഷാദുലി റാത്തി കൊണ്ട് നോക്കട്ടെ. എന്താ അതിന്റെ സുഖം, എന്താ അതിന്റെ സ്റ്റാൻഡേർഡ്? അയാൾ കണക്ട് ആകുന്നത് എവിടെയാ? ഇപ്പൊ സൂംബ ഡാൻസ് ഒക്കെ കൊണ്ടുവന്ന് എന്താണ് അവിടെ കോഗ്നിറ്റീവ് ലെവലിൽ ഏത് കണക്ഷനാ പറയാൻ പറ്റുക? അതേസമയം നിങ്ങളൊരു ഷാദുലി റാത്തീവോ ഹദ്ദാദ് റാത്തീവോ അതുപോലത്തെ ഒരു സംഗതി നോക്ക്, അതിനൊരു ഹൈയസ്റ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ട് അവിടെ. വലിയ ഒരു വിധാനമുണ്ട് അവിടെ. ആ വിധാനത്തോട് ഇയാളെ കണക്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഇപ്പുറത്തോ നത്തിങ്, ഒന്നുമില്ല. ഇതാണ് ആത്മീയതയുടെ ആവശ്യം. ഇങ്ങനൊരു സുഖലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകലാണ് ശരിക്കും മതം. അതെ, ഇപ്പം മറ്റത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ, ഇപ്പൊ ആസ്വാദനത്തിന് വേണ്ടി കേൾക്കുന്ന ഒരു പാട്ട് നിരന്തരം കേട്ട മടുത്തു, അത് പുതിയ വേണം. യെസ്. അപ്പോ പുതിയതൊക്കെ എന്താണ് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വരുന്നത്? മതം അല്ല ജയില് മറ്റതാണ്. പക്ഷെ മതം ജയിലായി മാറുകയാണ്. നേരത്തെ സാധു ചോദിച്ചതുപോലെ എളുപ്പം ശിക്ഷിച്ചാൽ പോരെ, അതുകൊണ്ട് ശിക്ഷയാക്കാം, നിങ്ങൾ ഈ ട്രെയിനിങ് ഒക്കെ കുറെ സമയം വേണ്ടേ എന്ന് ചിന്തിക്കുന്നവർ ദയവായിട്ട് ഇച്ചിരി മാനുഷിക മൂല്യം കാണിക്കുക. എന്നിട്ട് യഥാർത്ഥ പ്രൊഫഷണൽ ആവുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഭാഗം കൂടി തുടരണം. ഇതിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിരന്തരം പരിശീലനം വന്നാൽ മനസ്സ് മാറും. കുറഞ്ഞ ഭാഗം നിങ്ങൾ വായിച്ച് ക്ലോസ് ചെയ്യലത് ഇൻഷാ അല്ലാഹ്. അവിടെ ശരീരത്തിന് പുരോഗതി ഉണ്ടാകുന്നത് പോലെ മനസ്സും നിരന്തരം പുരോഗതി. മനസ്സ് ഹൈ വോള്യുള്ള സാധനമാണല്ലോ. മനസ്സ് ഹൈ വോള്യുള്ള സാധനമാണ്. അതായത് ഒരു മനുഷ്യൻ മനസ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിനെ കണക്ട് ചെയ്യേണ്ടത് എവിടെയാ? അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാ? അതായത് അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ദാത്തിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്നാണ്. എന്തുകൊണ്ടാ? മനുഷ്യൻ തസവ്വുറാക്കുകയാണ്, മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്യുകയാണ്, കൊണ്ടുവരികയാണ്. മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് നേരത്തെ ഒരു ഓർഡർ പുറത്ത് കാണണം, ഇല്ലേ? അപ്പോ അള്ളാഹു ആണെങ്കിൽ ഈ കാണുന്ന മെറ്റീരിയൽ മാറ്റർ എന്ന് പറഞ്ഞാൽ ആയം, വീതി, നീളം, ഇതിനൊക്കെ കാലം, ഇതിനൊക്കെ വിധേയമാകുന്നതാണ് മാറ്റർ. ഇങ്ങനൊരു സംഗതിയെ മനസ്സിന് വിധേയപ്പെടുന്നുള്ളൂ. അങ്ങനെയുള്ള സംഗതികളെല്ലാം കൂടി പടച്ചവനായിരിക്കണ്ടേ അള്ളാഹു? എങ്കിൽ ആ അള്ളാഹു അതല്ലാത്തതായിരിക്കണ്ടേ? അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ ദാത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതതിന്റെ നെഗറ്റീവാണ്. പോസിറ്റീവ് എന്താ? അള്ളാഹുവിന്റെ ദാത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ സമ്പൂർണത. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ചിന്തിക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിന്റെ പടപ്പുകളെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉന്നതനാരാ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിതങ്ങളെ പഠിക്കൂ. നബിതങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് നബിതങ്ങളെ ധാരാളം പഠിക്കുകയും പാടുകയും പറയുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ ആളാണ്. അതതിന്റെ സമ്പൂർണ്ണ രൂപമാണ്. യെസ്. എപ്പോഴും നബിതങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ കൊണ്ട് നടക്കണം എപ്പോഴും. അതാണ് നമ്മുടെ ഷഹാദത്ത്. ആ ഷഹാദത്തിനുള്ള വഴി എന്താ? ഉർക്കുബു മുഹമ്മദൻ ഫിൽ ളുഅഫാ, ഉർക്കുബു മുഹമ്മദൻ ഫി ആലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് മുഹമ്മദിന് വേണോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്ത് ചെയ്യൂ?
ആലുൻ നബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആല് എന്നതിന് ഉലമ ഒരുപാട് വിശദീകരണം നൽകിയവരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം ആരാന്നറിയോ? നബി തങ്ങളുടെ ദീനിന്റെ ശറഇന്റെ പ്രചാരകരാണ്. ഉലമാ ആരാണ്? ഇതിൽ ഒരു വ്യാഖ്യാനമുള്ളവരാണ്. ഉലമാഇനെയാണ് എപ്പോഴും നിങ്ങൾ കൂടെ നിർത്തേണ്ടത്. ഉലമാഇന്റെ കൂടെ നിൽക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നബിതങ്ങളെ കാണാം, നബിതങ്ങളിലെത്താം, നബിതങ്ങളിലേക്കുള്ള വഴിയാണത്. മറ്റൊന്ന് ഉർക്കുബു മുഹമ്മദൻ ഫിൽ ദുഅഫ, ദുർബലരെ എപ്പോഴും പരിഗണിക്കണം. ദുർബലരെ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ ഐ കോണ്ടാക്ട് പോകേണ്ടത്, നിങ്ങളുടെ ഐ ഫോക്കസിങ് പോകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മിസാലാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു കുഷ്ഠരോഗം പിടിച്ച നായയെ പരിചരിച്ചു. എല്ലാവരും ചോദിച്ചു, ഇതെന്തിനായിരുന്നു ഇത്? രോഗമൊക്കെ പിടിച്ച നായൊക്കെ ഇങ്ങനെ നിങ്ങൾ വലിയ ഉലമാ, ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഉലമാ ഒക്കെ ശിഷ്യത്വം കാത്തു നിൽക്കുന്നവരാണ്, അവരൊക്കെ വന്ന് കാത്തു നിൽക്കുകയാണ്. ആരെ? റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു. ആ റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കുഷ്ഠം രോഗന് നായനൊക്കെ ചികിത്സിക്കുക. അപ്പൊ പറഞ്ഞ മറുപടിയാണ്, എന്റെ ഫോക്കസിങ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു അതാണ് അവിടെ ചാരത്തേക്ക് ചെന്നിട്ട് പറഞ്ഞത് എന്ത്? ഫി ഹാലത്തിൽ ബുഅദി റൂഹികും തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബത്തുൻ ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫത്തി. അവിടെ ആ ചാരത്ത് വന്ന് നിൽക്കുമ്പോൾ അവര് എപ്പോഴും ഈ നായയെ പരിചരിച്ചപ്പോഴും ഉലമായിന് തീർച്ച നടത്തിയപ്പോഴും പാവപ്പെട്ടവർക്ക് സേവനം ചെയ്തപ്പോഴും ഒക്കെ അവരുടെ മൈൻഡ് മുത്തുനബിതങ്ങളിലായിരുന്നു. എപ്പോഴും അവിടത്തേക്കായിരുന്നു ഈ സെൻഡിങ്, ഈ മെസ്സേജ് സെൻഡിങ് പോയത് അവിടത്തേക്കായിരുന്നു. അപ്പൊ ഈ സ്റ്റൈലിലുള്ള ഒരു ജീവിതം എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, ശരിയായ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സ്. ആ പ്രോസസ്സാണ് നമ്മൾ ഈ പറയുന്നതിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പൊ റബീഉൽ അവ്വലാകുന്ന സമയത്ത് എല്ലാ നാളിലും ഇത് കത്തി നിൽക്കണം. റബീഉൽ അവ്വലാകുമ്പോൾ ഒന്നുകൂടി കത്തി നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. റബീഉൽ അവ്വലാകുമ്പോൾ കുറയുന്നുണ്ടെങ്കിൽ അത് രോഗമാണ്. റബീഉൽ അവ്വലാകുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് അതിനോടൊരു വിരോധം, അല്ലെങ്കിൽ നബിതങ്ങളോടുള്ള ഈ ആഘോഷ പരിപാടികളോട് എന്തെങ്കിലും ഒരു ഡൗൺ വരുന്നുണ്ടെങ്കിൽ അത് രോഗമാണ്. റബീഉൽ അവ്വലാകുമ്പോൾ, തിങ്കളാഴ്ചയാകുമ്പോൾ, റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ എല്ലായ്പ്പോഴും വേണം. അതേസമയത്ത് റബീഉൽ അവ്വലാകുമ്പോൾ ഒന്ന് കത്തി നിൽക്കുക എന്ന് പറയുന്നത്, മക്കയിൽ പോകുമ്പോൾ ഒന്ന് കത്തി നിൽക്കുക എന്ന് പറയുന്നത്, മദീനയിൽ പോകുമ്പോൾ അത് ഒന്നുകൂടി ഹൈ ആകുക എന്നുള്ളത് അതൊരു ഈമാനിന്റെ ലക്ഷണമാണ്. അതൊരു ഈമാനിന്റെ ലക്ഷണമാണ്. റബീഉൽ അവ്വലാകുമ്പോൾ ഒന്നുകൂടി ഉഷാറാകും, തിങ്കളാഴ്ചയാകുമ്പോൾ ഉഷാറാകും, റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ ഉഷാറാകും, മദീനയാകുമ്പോൾ ഉഷാറാകും, ഏതെങ്കിലും ഒരു സഹാബിയുള്ള ഒരു നാട്ടിലെത്തുമ്പോൾ ഉഷാറാകും, ഏതെങ്കിലും ഒരു വലിയുള്ള ഒരു നാട്ടിലെത്തുമ്പോൾ ഒന്നും കൂടി ചിന്ത വരും. അത് എപ്പോഴും അതൊരു വേർബ്സിന്റെ ഒരു സ്റ്റൈലാണ്. ആ വേർബ്സ് എപ്പോഴും എന്ത് ചെയ്യണം? ഇങ്ങനെ പൊങ്ങി 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 അങ്ങനെ വരണം. അത് സന്ദർഭം കുറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് താണേക്കാം, ഇപ്പൊ സന്ദർഭം മാറുമ്പോൾ ഉയരണം. ആ വേർബ്സ് എന്ത് ചെയ്യണം? നിരന്തരം നമ്മളിൽ നിലനിൽക്കണം. അത് റബീഉൽ അവ്വലാണ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ റബീഉൽ അവ്വൽ ആയതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തികൾ കൊണ്ടൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളിലേക്ക് നമ്മൾ നിരന്തരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിലുള്ള പ്രോഗ്രാമും കൂടി ഇല്ലെങ്കിൽ അതിന്റെ ഒരു അപകടം കൂടിയാണ് പുസ്തകം പറഞ്ഞു തോന്നുന്നത്. അതായത് ഇപ്പൊ എന്തിനാണ് ഇപ്പൊ റബീഉൽ നബിദിനം ഇങ്ങനെ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത് എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ടല്ലോ. അതിന് ഇതും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ ഒന്ന് പുതുക്കുക എന്നുള്ള ഒരു കണക്ഷൻ പുതുക്കാനുള്ള മുത്തുനബിനായിട്ടുള്ള. തീർച്ചയായും. അതായത് റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകും. അത് ചിലപ്പോഴൊക്കെ ഇപ്പോ സുയൂത്തി ഇമാമിന്റെ അൽ ഹാവീലിൽ ഫത്താവയിലെ ഭാഗം എടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം. ആ ദിവസമാകുമ്പോ, ആ സമയമാകുമ്പോ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്ത് ഉലമാ ആ സമയം, ജനിച്ച സമയം ചെന്ന് സന്ദർശിക്കാറുണ്ടായിരുന്നു. അത്ര പോലും അതൊരു ഈമാനിന്റെ രീതിയാണ്. അതൊരു ഈമാനുള്ളവർക്ക് സംഭവിക്കുന്ന ഒരു പൊതുസ്വഭാവമാണ്. അപ്പോ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത്തലു, ആ മഹബ്ബത്ത് എന്ന് പറയുന്നതിന്റെ ഒരു പൊതുസ്വഭാവമാണത്. അത് എപ്പോഴും അത് ഈമാൻ ഉണ്ടോ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു വെള്ളിയാഴ്ച വരുമ്പോൾ ഉണ്ടാവുമല്ലോ, വെള്ളിയാഴ്ച വരുമ്പോഴും നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കും. അതുപോലെ തിങ്കളാഴ്ച വരുമ്പോൾ സ്വലാവത്ത് വർദ്ധിപ്പിക്കും. ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാഅ് ചെയ്ത് തുടർന്ന് വരുന്ന പണ്ഡിത കുടുംബങ്ങളിലൊക്കെ കാണാം, എല്ലാ തിങ്കളാഴ്ചയിലും മൗലിദ് പാരായണം കാണാം. അതും ഏത് തന്നെ മൗലിദാണ്. ഇപ്പോ ഹറമിൽ സൗദിയിൽ തന്നെ ധാരാളം ഉലമായിനെ കാണാം. സ്ഥിരമായിട്ട് എല്ലാ തിങ്കളാഴ്ചയിലും ഈ അശ്റക്ക തന്നെ ചൊല്ലിയിട്ട്
അങ്ങനെ ആചരിക്കുന്ന മഹാന്മാരെ കാണാം. അപ്പൊ അതതിന്റെ രീതിയാണ്, ഈമാനുള്ളവരിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായിരുന്ന രീതി. ഇപ്പൊ ചിലരൊക്കെ എന്ത് ചെയ്യും, ഇപ്പൊ ഞാനൊരു സ്ഥാപനം ആരംഭിച്ചു, ആ സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദ്ഹ് ചൊല്ലും. ഞാനൊരു യാത്ര പോവുകയാണ്, ആ സമയത്ത് മദ്ഹ് ചൊല്ലും. ഞാൻ എന്തെങ്കിലും ഒരു പുതിയ ഒരു ദർസ് ആരംഭിക്കുകയാണ്, അപ്പൊ കുറച്ച് മദ്ഹ് ചൊല്ലും. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നു, ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ നബി തങ്ങളെ മദ്ഹ് ചൊല്ലും. അതാണ് ഈമാനിന്റെ രീതി. അതിപ്പോ ഈ സമയമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി കൂടും. അതിന് ഒരു തെളിവന്വേഷിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഫി ഖൽബിഹി മറളുൻ, അവിടെ ഒരു തെളിവന്വേഷിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ഫി ഖൽബിഹി മറളുൻ. മാഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു നമുക്ക് ആ തഹ്ദീബുൻ നഫ്സിൽ മേലോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മശായിഖുമാര്, അസാത്തിദത്ത്, മുൻഗാമികൾ, മഹാന്മാരുടെയൊക്കെ ഒരു കൂട്ട്, ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സൗഹൃദം, അല്ലെങ്കിൽ അവരുടെയൊക്കെ കൂടെയാവുക, അതിന് അള്ളാഹു എപ്പോഴും ധാരാളം ധാരാളം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുചേരലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, കൂട്ടുകുടുംബം, ഭാര്യ, മക്കള്, ശിഷ്യന്മാര്, സുഹൃത്തുക്കൾ, സൗഹൃദ വലയം, പ്രത്യേകിച്ച് നമ്മുടെ ഹാപ്പി സോൺ സിസ്റ്റം വികസിക്കുന്നതിന്റെ ഭാഗമായി ഒരുപാട് കൂട്ടുകാർ ഇതിനു വേണ്ടി സേവനം ചെയ്യുകയും പ്രവർത്തിക്കുകയും സമർപ്പിക്കുകയും ചെയ്ത് സമർപ്പണ ബോധത്തോടെ സേവനം ചെയ്യുന്നവരുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും രണ്ട് ലോകത്തും സന്തോഷത്തോടെ, ഈമാനോടെ, തഖ്വയോടെ ജീവിച്ച് നല്ല സന്തോഷമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരലോകത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ ഹംദിന്റെ കീഴിൽ സ്വർഗലോകത്ത് അള്ളാഹുവിനെ കാണാൻ, നബിതങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ എല്ലാറ്റിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.